ഏഷ്യ പസഫിക് സാമ്പത്തിക സഹകരണ സംഘടനയുടെ എപാക് ആസ്ഥാനം എവിടെയാണ്, അത് എപ്പോഴാണ് സ്ഥാപിതമായത്? സിംഗപ്പൂർ 1989 സ്ഥാപിതമായി. എപാക് എന്നത് ഏഷ്യ പസഫിക് മേഖലയിലെ 21 അംഗരാജ്യങ്ങളുടെ ഒരു പ്രാദേശിക സാമ്പത്തിക ഫോറമാണ്. അംഗരാജ്യങ്ങൾക്കിടയിൽ സ്വതന്ത്രവും തുറന്നതുമായ വ്യാപാരവും നിക്ഷേപവും പ്രോത്സാഹിപ്പിക്കുകയും പ്രാദേശിക സാമ്പത്തിക ഏകീകരണം വർദ്ധിപ്പിക്കുകയുമാണ് ഇതിന്റെ ലക്ഷ്യം. സാമ്പത്തിക വളർച്ചയും സമൃദ്ധിയും ഉറപ്പാക്കാൻ ഇത് പ്രവർത്തിക്കുന്നു. ഓർഗനൈസേഷൻ ഓഫ് ഇസ്ലാമിക് കോർപ്പറേഷന്റെ OIC ആസ്ഥാനം എവിടെയാണ്, അത് ഏതു വർഷമാണ് സ്ഥാപിതമായത്? ജിദ്ദ, സൗദി അറേബ്യ 1969 സ്ഥാപിതമായി. OIC എന്നത് ഐക്യരാഷ്ട്രസഭയ്ക്ക് ശേഷം ലോകത്തിലെ രണ്ടാമത്തെ വലിയ അന്തർ സർക്കാർ സംഘടനയാണ്. 57 മുസ്ലിം ഭൂരിപക്ഷ രാജ്യങ്ങളാണ് ഇതിൽ അംഗങ്ങളായിട്ടുള്ളത്. അംഗരാജ്യങ്ങൾക്കിടയിൽ സാമ്പത്തികവും സാമൂഹികവും സാംസ്കാരികവുമായ സഹകരണം പ്രോത്സാഹിപ്പിക്കുകയും ഇസ്ലാമിക ലോകത്തിന്റെ താൽപര്യങ്ങൾ സംരക്ഷിക്കുകയും ചെയ്യുക എന്നതാണ് ഇതിന്റെ ലക്ഷ്യം. ഇന്ത്യൻ മഹാസമുദ്ര തീരമേഖലാ സഹകരണ സംഘടനയുടെ ആസ്ഥാനം എവിടെയാണ്, അത് എപ്പോഴാണ് സ്ഥാപിച്ചത്? എബൻ, മൗറീഷ്യസ് 1997 സ്ഥാപിച്ചു. ഇന്ത്യൻ മഹാസമുദ്രത്തിന്റെ തീരത്തുള്ള രാജ്യങ്ങൾക്കിടയിൽ സാമ്പത്തിക സഹകരണം വർദ്ധിപ്പിക്കുന്നതിനായി 1997 സ്ഥാപിതമായ ഒരു അന്താരാഷ്ട്ര സംഘടനയാണ്. മൗറീഷ്യസിലെ എബൻ ആണ് ഇതിന്റെ ആസ്ഥാനം. വ്യാപാരം, നിക്ഷേപം, വിനോദസഞ്ചാരം, ശാസ്ത്ര സാങ്കേതിക വിദ്യ എന്നിവയിൽ സഹകരണം പ്രോത്സാഹിപ്പിക്കുക എന്നതാണ് ഇതിന്റെ പ്രധാന ലക്ഷ്യം. ഇന്റർനാഷണൽ ഒളിമ്പിക് കമ്മിറ്റിയുടെ IOC ആസ്ഥാനം എവിടെയാണ്, അത് എപ്പോഴാണ് സ്ഥാപിച്ചത്? ലോസാൻ, സ്വിറ്റ്സർലൻഡ് 1894 സ്ഥാപിച്ചു. ആധുനിക ഒളിമ്പിക് ഗെയിംസുകളുടെ സംഘാടനവും നടത്തിപ്പും കൈകാര്യം ചെയ്യുന്ന അന്താരാഷ്ട്ര സമിതിയാണ് ഇന്റർനാഷണൽ ഒളിമ്പിക് കമ്മിറ്റി IOC. 1894 പിയറി ഡി കൂബർട്ടിൻ സ്ഥാപിച്ച ഇത് കായികരംഗത്ത് സഹകരണവും സമാധാനവും പ്രോത്സാഹിപ്പിക്കുന്നു. സ്വിറ്റ്സർലൻഡിലെ ലോസാനാണ് ഇതിന്റെ ആസ്ഥാനം. വേൾഡ് ഇക്കണോമിക് ഫോറത്തിന്റെ WEF ആസ്ഥാനം എവിടെയാണ്, അത് ഏതു വർഷമാണ് സ്ഥാപിച്ചത്? ജനീവ, സ്വിറ്റ്സർലൻഡ് 1971 സ്ഥാപിച്ചു. ആഗോള സാമ്പത്തിക, സാമൂഹിക, രാഷ്ട്രീയ വിഷയങ്ങൾ ചർച്ച ചെയ്യുന്നതിനായി 1971 സ്ഥാപിക്കപ്പെട്ട ഒരു അന്താരാഷ്ട്ര സംഘടനയാണ് വേൾഡ് ഇക്കണോമിക് ഫോറം WEF. സ്വിറ്റ്സർലൻഡിലെ ജനീവയിൽ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഇത് ദാവോസിൽ നടക്കുന്ന വാർഷിക സമ്മേളനത്തിന് പ്രസിദ്ധമാണ്. ലോക നേതാക്കളെയും വ്യവസായ പ്രമുഖരെയും ഒരുമിച്ച് കൊണ്ടുവന്ന് ആഗോള പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ ശ്രമിക്കുന്നു. ഇന്റർനാഷണൽ യൂണിയൻ ഫോർ കൺസർവേഷൻ ഓഫ് നേച്ചറിന്റെ IUCN ആസ്ഥാനം എവിടെയാണ്, അത് എപ്പോഴാണ് സ്ഥാപിച്ചത്? ഗ്ലാൻഡ്, സ്വിറ്റ്സർലൻഡ് 1948 സ്ഥാപിച്ചു. പ്രകൃതി സംരക്ഷണത്തിനും സുസ്ഥിരമായ വിഭവ വിനിയോഗത്തിനും വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു ആഗോള സംഘടനയാണ് IUCN. 1948 സ്ഥാപിക്കപ്പെട്ട ഇത് വംശനാശ ഭീഷണി നേരിടുന്ന ജീവികളെക്കുറിച്ചുള്ള റെഡ് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കുന്നതിലൂടെ പ്രശസ്തമാണ്. സ്വിറ്റ്സർലൻഡിലെ ഗ്ലാൻഡ് ആണ് ഇതിന്റെ ആസ്ഥാനം. ഇന്റർനെറ്റ് കോർപ്പറേഷൻ ഫോർ അസൈൻഡ് നെയിംസ് ആൻഡ് നമ്പേഴ്സിന്റെ ICANN ആസ്ഥാനം എവിടെയാണ്, അത് ഏതു വർഷമാണ് സ്ഥാപിച്ചത്? ലോസ് ഏഞ്ചൽസ്, USA 1998 സ്ഥാപിച്ചു. ഇന്റർനെറ്റിൽ ഡൊമെയ്ൻ നെയിം സിസ്റ്റം, DNS, IP അഡ്രസ്സുകൾ എന്നിവയുടെ ആഗോള ഏകോപനത്തിന് മേൽനോട്ടം വഹിക്കുന്ന ലാഭേച്ഛയില്ലാത്ത ഒരു സ്വകാര്യ സ്ഥാപനമാണ് ICANN. 1998 സ്ഥാപിതമായ ഇത് ഇന്റർനെറ്റിന്റെ സുസ്ഥിരമായ പ്രവർത്തനത്തിന് അത്യന്താപേക്ഷിതമാണ്. USAയിലെ ലോസ് ഏഞ്ചൽസ് ആണ് ഇതിന്റെ ആസ്ഥാനം. ഡോക്ടേഴ്സ് വിത്തൌട്ട് ബോർഡേഴ്സിന്റെ മെഡിസിൻസ് സാൻസ് ഫ്രോണ്ടിയേഴ്സ് MSF ആസ്ഥാനം എവിടെയാണ്, അത് എപ്പോഴാണ് സ്ഥാപിച്ചത്? ജനീവ, സ്വിറ്റ്സർലൻഡ് 1971 സ്ഥാപിച്ചു. യുദ്ധമേഖലകളിലും രോഗബാധിത പ്രദേശങ്ങളിലും ദുരിതമനുഭവിക്കുന്നവർക്ക് വൈദ്യസഹായം നൽകുന്ന ഒരു അന്താരാഷ്ട്ര മാനുഷിക സംഘടനയാണ് MSF. 1971 ജനീവയിൽ സ്ഥാപിക്കപ്പെട്ട ഈ സംഘടനയ്ക്ക് 1999 സമാധാനത്തിനുള്ള നോബൽ സമ്മാനം ലഭിച്ചു. സ്വിറ്റ്സർലൻഡിലെ ജനീവ ആണ് ഇതിന്റെ ആസ്ഥാനം. ന്യൂ ഡെവലപ്മെന്റ് ബാങ്കിന്റെ NDB ആസ്ഥാനം എവിടെയാണ്, അത് ഏതു വർഷമാണ് സ്ഥാപിച്ചത്?
ഷാൻഹായ്, ചൈന 2014 സ്ഥാപിച്ചു. ബ്രിക്സ് രാജ്യങ്ങളായ ബ്രസീൽ, റഷ്യ, ഇന്ത്യ, ചൈന, ദക്ഷിണാഫ്രിക്ക എന്നിവർ ചേർന്ന് രൂപീകരിച്ച ബഹുരാഷ്ട്ര വികസന ബാങ്കാണ് NDB. വികസ്വര രാജ്യങ്ങളിലെ അടിസ്ഥാന സൗകര്യ വികസന പദ്ധതികൾക്ക് ധനസഹായം നൽകുക എന്നതാണ് ഇതിന്റെ ലക്ഷ്യം. 2014 സ്ഥാപിക്കപ്പെട്ട ഇതിന്റെ ആസ്ഥാനം ചൈനയിലെ ഷാൻഹായ് ആണ്. യുണൈറ്റഡ് നേഷൻസ് എൻവയോൺമെന്റ് പ്രോഗ്രാമിന്റെ UNEP ആസ്ഥാനം എവിടെയാണ്, അത് എപ്പോഴാണ് സ്ഥാപിച്ചത്? നെയ്റോബി, കെനിയ 1972 സ്ഥാപിച്ചു. ഐക്യരാഷ്ട്രസഭയുടെ കീഴിൽ പരിസ്ഥിതി സംരക്ഷണത്തിനായി പ്രവർത്തിക്കുന്ന പ്രധാന ഏജൻസിയാണ് UNEP. 1972 സ്ഥാപിക്കപ്പെട്ട ഇത് ആഗോള പരിസ്ഥിതി അജണ്ട രൂപീകരിക്കുന്നതിലും സുസ്ഥിര വികസനം പ്രോത്സാഹിപ്പിക്കുന്നതിലും പ്രധാന പങ്ക് വഹിക്കുന്നു. കെനിയയിലെ നെയ്റോബിയാണ് ഇതിന്റെ ആസ്ഥാനം. ഏഷ്യൻ ഡെവലപ്മെന്റ് ബാങ്കിന്റെ ADB ആസ്ഥാനം എവിടെയാണ്, അത് ഏതു വർഷമാണ് സ്ഥാപിച്ചത്? മനില, ഫിലിപ്പീൻസ് 1966 സ്ഥാപിച്ചു. ഏഷ്യയിലെയും പസഫിക്കിലെയും സാമ്പത്തിക വികസനവും സഹകരണവും പ്രോത്സാഹിപ്പിക്കുന്നതിനായി 1966 സ്ഥാപിതമായ ഒരു പ്രാദേശിക വികസന ബാങ്കാണ് ADB. ദാരിദ്ര്യം കുറയ്ക്കുക, സാമൂഹിക വികസനം പ്രോത്സാഹിപ്പിക്കുക എന്നിവയാണ് ഇതിന്റെ പ്രധാന ലക്ഷ്യങ്ങൾ. ഫിലിപ്പീൻസിലെ മനിലയാണ് ഇതിന്റെ ആസ്ഥാനം. ഇന്റർനാഷണൽ ഓർഗനൈസേഷൻ ഫോർ മൈഗ്രേഷന്റെ IOM ആസ്ഥാനം എവിടെയാണ്, അത് എപ്പോഴാണ് സ്ഥാപിച്ചത്? ജനീവ, സ്വിറ്റ്സർലൻഡ് 1951 സ്ഥാപിച്ചു. കുടിയേറ്റത്തെ മനുഷ്യത്വപരവും ക്രമീകൃതവുമായ രീതിയിൽ കൈകാര്യം ചെയ്യുന്നതിന് സർക്കാരുകളെയും കുടിയേറ്റക്കാരെയും സഹായിക്കുന്ന ഐക്യരാഷ്ട്രസഭയുമായി ബന്ധപ്പെട്ട സംഘടനയാണ് IOM. 1951 സ്ഥാപിതമായ ഇത് കുടിയേറ്റ സേവനങ്ങളും നയപരമായ മാർഗനിർദ്ദേശങ്ങളും നൽകുന്നു. സ്വിറ്റ്സർലൻഡിലെ ജനീവ ആണ് ഇതിന്റെ ആസ്ഥാനം. വേൾഡ് വൈഡ് ഫണ്ട് ഫോർ നേച്ചർ WWF ന്റെ ആസ്ഥാനം എവിടെയാണ്, അത് സ്ഥാപിക്കപ്പെട്ട വർഷം ഏതാണ്? ഗ്ലാൻഡ്, സ്വിറ്റ്സർലൻഡ് 1961 സ്ഥാപിച്ചു. WWF വേൾഡ് വൈഡ് ഫണ്ട് ഫോർ നേച്ചർ പ്രകൃതി സംരക്ഷണത്തിനും ജൈവവൈവിധ്യം നിലനിർത്തുന്നതിനും ഊന്നൽ നൽകുന്ന ഒരു അന്താരാഷ്ട്ര സംഘടനയാണ്. 1961 സ്വിറ്റ്സർലൻഡിലെ ഗ്ലാൻഡിലാണ് ഇതിന്റെ ആസ്ഥാനം. ഗ്രീൻപീസിന്റെ ആസ്ഥാനം എവിടെയാണ്, അത് എപ്പോഴാണ് സ്ഥാപിച്ചത്? ആംസ്റ്റർഡാം, നെതർലൻഡ്സ് 1971 സ്ഥാപിച്ചു. ഗ്രീൻപീസ് പരിസ്ഥിതി സംരക്ഷണത്തിനായി പ്രവർത്തിക്കുന്ന ഒരു ആഗോള സന്നദ്ധ സംഘടനയാണ്. 1971 സ്ഥാപിക്കപ്പെട്ട ഇതിന്റെ ആസ്ഥാനം നെതർലൻഡ്സിലെ ആംസ്റ്റർഡാമിലാണ്. ഇന്റർനാഷണൽ കോർട്ട് ഓഫ് ജസ്റ്റിസിൽ ICJ ജഡ്ജിമാരായി സേവനമനുഷ്ഠിച്ച ഇന്ത്യൻ നിയമജ്ഞർ ആരൊക്കെയാണ്? ബെനഗൽ നരസിംഹറാവു, നാഗേന്ദ്ര സിംഗ്, രഘുനന്ദൻ സ്വരൂപ് പാഠക്, ദൽബീർ ഭണ്ഡാരി. ഐക്യരാഷ്ട്രസഭയുടെ പ്രധാനപ്പെട്ട നീതിന്യായ ഘടകമായ ഇന്റർനാഷണൽ കോർട്ട് ഓഫ് ജസ്റ്റിസിൽ ICJ സേവനമനുഷ്ഠിച്ച പ്രമുഖ ഇന്ത്യൻ നിയമജ്ഞരാണ് ഇവർ. അന്താരാഷ്ട്ര നിയമരംഗത്ത് ഇന്ത്യയുടെ പ്രാതിനിധ്യത്തെ ഇത് അടയാളപ്പെടുത്തുന്നു. ഐക്യരാഷ്ട്രസഭയുടെ ആദ്യത്തെ സെക്രട്ടറി ജനറൽ ആരായിരുന്നു, അദ്ദേഹത്തിന്റെ ദേശീയതയും കാലാവധിയും എന്തായിരുന്നു? നോർവേക്കാരനായ ട്രൈഗ്വേലി 1946 ഫെബ്രുവരി മുതൽ 1952 നവംബർ വരെ സേവനമനുഷ്ഠിച്ചു. നോർവേയിൽ നിന്നുള്ള ട്രൈഗ്വേലിയായിരുന്നു ഐക്യരാഷ്ട്രസഭയുടെ ആദ്യ സെക്രട്ടറി ജനറൽ. 1946 ഫെബ്രുവരിയിൽ സ്ഥാനമേറ്റ അദ്ദേഹം 1952 നവംബർ വരെ ഈ പദവിയിൽ തുടർന്നു. യുഎന്നിന്റെ ആദ്യകാല പ്രവർത്തനങ്ങൾക്ക് അദ്ദേഹം നേതൃത്വം നൽകി. നിലവിലെ ഐക്യരാഷ്ട്രസഭയുടെ സെക്രട്ടറി ജനറൽ ആരാണ്, അദ്ദേഹത്തിന്റെ ദേശീയത എന്താണ്? പോർച്ചുഗലിൽ നിന്നുള്ള അന്റോണിയോ ഗുട്ടറസ്. പോർച്ചുഗലിൽ നിന്നുള്ള അന്റോണിയോ ഗുട്ടറസ് ആണ് നിലവിൽ ഐക്യരാഷ്ട്രസഭയുടെ സെക്രട്ടറി ജനറൽ. 2017 ജനുവരി 1 അദ്ദേഹം ഈ പദവിയിൽ ചുമതലയേറ്റു. ഐക്യരാഷ്ട്രസഭയുടെ മുൻ സെക്രട്ടറി ജനറൽമാരായ ഏതെങ്കിലും 2 ആഫ്രിക്കൻ വംശജരുടെ പേര് പറയുക. ബൂട്രോസ് ഗാലി, ഈജിപ്ത്. കോഫി അന്നാൻ, ഗാന. ഈജിപ്തിൽ നിന്നുള്ള ബൂട്രോസ് ഗാലി, ഗാനയിൽ നിന്നുള്ള കോഫി അന്നാൻ എന്നിവർ UN സെക്രട്ടറി ജനറൽമാരായ പ്രമുഖ ആഫ്രിക്കൻ നേതാക്കളാണ്. ഇവർ അന്താരാഷ്ട്ര നയതന്ത്ര രംഗത്ത് വലിയ സംഭാവനകൾ നൽകിയിട്ടുണ്ട്.
ആധുനിക കോമൺവെൽത്ത് രൂപീകൃതമായത് എപ്പോഴാണ്? അതിന്റെ ആസ്ഥാനം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ആധുനിക കോമൺവെൽത്ത് 1949-ൽ രൂപീകൃതമായി. അതിന്റെ ആസ്ഥാനം യുകെയിലെ ലണ്ടനിലാണ്. ബ്രിട്ടീഷ് സാമ്രാജ്യത്തിന്റെ മുൻ കോളനികളും ആശ്രിത രാജ്യങ്ങളും ഉൾപ്പെടുന്ന ഒരു രാഷ്ട്രീയ സംഘടനയാണ് കോമൺവെൽത്ത്. 1949-ൽ ലണ്ടൻ ഡിക്ലറേഷൻ പ്രകാരമാണ് ആധുനിക കോമൺവെൽത്ത് രൂപീകൃതമായത്. നിലവിൽ കോമൺവെൽത്തിൽ എത്ര അംഗരാജ്യങ്ങളുണ്ട്? ജനസംഖ്യയുടെ അടിസ്ഥാനത്തിൽ അതിന്റെ ഏറ്റവും വലിയ അംഗരാജ്യം ഏതാണ്? നിലവിൽ കോമൺവെൽത്തിൽ 56 അംഗരാജ്യങ്ങളുണ്ട്. ജനസംഖ്യയുടെ അടിസ്ഥാനത്തിൽ ഇന്ത്യയാണ് ഏറ്റവും വലിയ അംഗം. 56 അംഗരാജ്യങ്ങളുള്ള കോമൺവെൽത്തിൽ ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമായ ഇന്ത്യയും ഉൾപ്പെടുന്നു. ഇത് മുൻ ബ്രിട്ടീഷ് സാമ്രാജ്യവുമായി ബന്ധപ്പെട്ട രാജ്യങ്ങളുടെ കൂട്ടായ്മയാണ്. നാറ്റോയുടെ അടിസ്ഥാന തത്വം എന്താണ്? അതിന്റെ 32ാമത്തെ അംഗരാജ്യമായി മാറിയ രാജ്യം ഏതാണ്? വാഷിംഗ്ടൺ ഉടമ്പടിയിലെ ആർട്ടിക്കിൾ 5 പ്രകാരമുള്ള കൂട്ടായ സുരക്ഷ കളക്ടീവ് സെക്യൂരിറ്റി ആണ് നാറ്റോയുടെ അടിസ്ഥാന തത്വം. സ്വീഡൻ അതിന്റെ 32ാമത്തെ അംഗമായി. നോർത്ത് അറ്റ്ലാന്റിക് ട്രീറ്റി ഓർഗനൈസേഷൻ നാറ്റോ ഒരു സൈനിക സഖ്യമാണ്. ഒരു അംഗരാജ്യത്തിന് നേരെയുണ്ടാകുന്ന ആക്രമണം എല്ലാ അംഗരാജ്യങ്ങൾക്കും നേരെയുള്ള ആക്രമണമായി കണക്കാക്കുന്നു എന്നതാണ് ആർട്ടിക്കിൾ 5 പ്രകാരമുള്ള കൂട്ടായ സുരക്ഷാ തത്വം. അടുത്തിടെ സ്വീഡൻ നാറ്റോയുടെ 32ാമത്തെ അംഗരാജ്യമായി. യൂറോപ്യൻ ഇക്കണോമിക് കമ്മ്യൂണിറ്റി (EEC) സ്ഥാപിക്കപ്പെട്ടത് എപ്പോഴാണ്? ഏത് ഉടമ്പടിയിലൂടെയാണ് അത് രൂപീകരിക്കപ്പെട്ടത്? യൂറോപ്യൻ ഇക്കണോമിക് കമ്മ്യൂണിറ്റി 1958 ജനുവരി 1 റോം ഉടമ്പടിയിലൂടെയാണ് സ്ഥാപിക്കപ്പെട്ടത്. യൂറോപ്യൻ ഇക്കണോമിക് കമ്മ്യൂണിറ്റി (EEC) യൂറോപ്യൻ യൂണിയന്റെ മുൻഗാമിയായ ഒരു പ്രാദേശിക സാമ്പത്തിക സംഘടനയാണ്. 1958 ജനുവരി 1 റോം ഉടമ്പടിയിലൂടെയാണ് ഇത് നിലവിൽ വന്നത്. അംഗരാജ്യങ്ങൾക്കിടയിൽ സാമ്പത്തിക സഹകരണം വർദ്ധിപ്പിക്കുക എന്നതായിരുന്നു പ്രധാന ലക്ഷ്യം. യൂറോപ്യൻ യൂണിയൻ ഔദ്യോഗികമായി നിലവിൽ വന്നത് എപ്പോഴാണ്? യൂറോ കറൻസി എപ്പോഴാണ് അവതരിപ്പിച്ചത്? യൂറോപ്യൻ യൂണിയൻ ഔദ്യോഗികമായി സ്ഥാപിതമായത് 1993 നവംബർ 1-നാണ്. യൂറോ കറൻസി 2002 ജനുവരി 1 പ്രചാരത്തിൽ വന്നു. യൂറോപ്യൻ യൂണിയൻ 1993 നവംബർ 1 മാസ്ട്രിക്ട് ഉടമ്പടി പ്രകാരമാണ് നിലവിൽ വന്നത്. യൂറോപ്യൻ രാജ്യങ്ങൾക്കിടയിൽ സാമ്പത്തികവും രാഷ്ട്രീയവുമായ സഹകരണം വർദ്ധിപ്പിക്കുക എന്നതാണ് ഇതിന്റെ പ്രധാന ലക്ഷ്യം. യൂറോ കറൻസി 2002 ജനുവരി 1 യൂറോപ്യൻ യൂണിയൻ അംഗരാജ്യങ്ങളിൽ ഔദ്യോഗികമായി പ്രചാരത്തിൽ വന്നു. യൂറോപ്യൻ യൂണിയനിലെ 28ാമത്തെ അംഗരാജ്യം ഏതായിരുന്നു? യുണൈറ്റഡ് കിങ്ഡം ഔദ്യോഗികമായി യൂറോപ്യൻ യൂണിയനിൽ നിന്ന് പുറത്തായത് എപ്പോഴാണ്? ക്രൊയേഷ്യയായിരുന്നു 28ാമത്തെ അംഗരാജ്യം. 2013 ജൂലൈ 1 ചേർന്നു. യുണൈറ്റഡ് കിങ്ഡം 2020 ജനുവരി 31 യൂറോപ്യൻ യൂണിയനിൽ നിന്ന് ഔദ്യോഗികമായി പുറത്തായി. ക്രൊയേഷ്യ 2013 ജൂലൈ 1 യൂറോപ്യൻ യൂണിയനിൽ ചേർന്നതോടെയാണ് 28ാമത്തെ അംഗരാജ്യമായത്. 2016-ൽ നടന്ന ജനഹിത പരിശോധനയെ തുടർന്ന് യുണൈറ്റഡ് കിങ്ഡം 2020 ജനുവരി 31 യൂറോപ്യൻ യൂണിയനിൽ നിന്ന് ഔദ്യോഗികമായി പുറത്തുപോയി. ഇത് ബ്രെക്സിറ്റ് എന്നറിയപ്പെടുന്നു. ഇത് യൂറോപ്യൻ യൂണിയന്റെ ചരിത്രത്തിലെ ഒരു പ്രധാന സംഭവമാണ്. യൂറോപ്യൻ സെൻട്രൽ ബാങ്കിന്റെ (ECB) ആസ്ഥാനം എവിടെയാണ്? അത് എപ്പോഴാണ് സ്ഥാപിതമായത്? യൂറോപ്യൻ സെൻട്രൽ ബാങ്കിന്റെ ആസ്ഥാനം ജർമ്മനിയിലെ ഫ്രാങ്ക്ഫർട്ടിലാണ്. ഇത് 1998 ജൂൺ 1 സ്ഥാപിതമായി. യൂറോപ്യൻ സെൻട്രൽ ബാങ്ക് (ECB) യൂറോസോണിന്റെ കേന്ദ്ര ബാങ്കാണ്. യൂറോ കറൻസിയുടെ സ്ഥിരത നിലനിർത്തുക, യൂറോസോണിലെ സാമ്പത്തിക നയങ്ങൾ രൂപീകരിക്കുക എന്നിവയാണ് ഇതിന്റെ പ്രധാന ചുമതലകൾ. ജർമ്മനിയിലെ ഫ്രാങ്ക്ഫർട്ടിൽ ആസ്ഥാനമാക്കി 1998 ജൂൺ 1-നാണ് ഇത് സ്ഥാപിതമായത്. യൂറോപ്യൻ പാർലമെന്റിന്റെയും യൂറോപ്യൻ കൗൺസിലിന്റെയും ആസ്ഥാനങ്ങൾ എവിടെയാണ്? യൂറോപ്യൻ പാർലമെന്റിന്റെയും യൂറോപ്യൻ കൗൺസിലിന്റെയും ആസ്ഥാനങ്ങൾ ഫ്രാൻസിലെ സ്ട്രാസ്ബർഗിലാണ്. യൂറോപ്യൻ പാർലമെന്റ് യൂറോപ്യൻ യൂണിയന്റെ നിയമനിർമ്മാണ വിഭാഗമാണ്. യൂറോപ്യൻ കൗൺസിൽ യൂറോപ്യൻ യൂണിയന്റെ പൊതുവായ രാഷ്ട്രീയ ദിശാബോധവും മുൻഗണനകളും നിർവചിക്കുന്നു. ഇവ രണ്ടിന്റെയും ഔദ്യോഗിക ആസ്ഥാനം ഫ്രാൻസിലെ സ്ട്രാസ്ബർഗാണ്. യൂറോപ്യൻ കമ്മീഷന്റെയും കൗൺസിൽ ഓഫ് യൂറോപ്യൻ യൂണിയന്റെയും ആസ്ഥാന നഗരങ്ങൾ ഏതാണ്? യൂറോപ്യൻ കമ്മീഷന്റെയും കൗൺസിൽ ഓഫ് യൂറോപ്യൻ യൂണിയന്റെയും ആസ്ഥാനങ്ങൾ ബെൽജിയത്തിലെ ബ്രസൽസിലാണ്. യൂറോപ്യൻ കമ്മീഷൻ യൂറോപ്യൻ യൂണിയന്റെ എക്സിക്യൂട്ടീവ് വിഭാഗമാണ്.
യൂറോപ്യൻ യൂണിയന്റെ നിയമനിർമ്മാണത്തിനുള്ള നിർദ്ദേശങ്ങൾ മുന്നോട്ട് വയ്ക്കുക, യൂറോപ്യൻ യൂണിയൻ നിയമങ്ങൾ നടപ്പിലാക്കുക എന്നിവയാണ് ഇതിന്റെ പ്രധാന ചുമതലകൾ. കൗൺസിൽ ഓഫ് യൂറോപ്യൻ യൂറോപ്യൻ യൂണിയന്റെ പ്രധാന തീരുമാനങ്ങൾ എടുക്കുന്ന സ്ഥാപനങ്ങളിൽ ഒന്നാണ്. ഇവ രണ്ടിന്റെയും ആസ്ഥാനം ബെൽജിയത്തിലെ ബ്രസൽസ് ആണ്. യൂറോപ്യൻ കോർട്ട് ഓഫ് ജസ്റ്റിസ് ആസ്ഥാനം എവിടെയാണ്? യൂറോപ്യൻ യൂണിയൻ കോർട്ട് ആസ്ഥാനം ലക്സംബർഗിലാണ്. യൂറോപ്യൻ യൂണിയൻ കോർട്ട് യൂറോപ്യൻ യൂണിയനിലെ പരമോന്നത നീതിന്യായ സ്ഥാപനമാണ്. യൂറോപ്യൻ യൂണിയൻ നിയമങ്ങൾ എല്ലാ അംഗരാജ്യങ്ങളിലും ഒരുപോലെ വ്യാഖ്യാനിക്കുകയും പ്രയോഗിക്കുകയും ചെയ്യുന്നുവെന്ന് ഇത് ഉറപ്പാക്കുന്നു. ഇതിന്റെ ആസ്ഥാനം ലക്സംബർഗ് നഗരത്തിലാണ്. OECD രൂപീകരിച്ചത് എപ്പോഴാണ്? ഏറ്റവും ഒടുവിൽ അതിന്റെ 38ാമത്തെ അംഗരാജ്യമായത് ഏത് രാജ്യമാണ്? OECD 1961-ൽ രൂപീകൃതമായി. ഇത് യൂറോപ്യൻ ഓർഗനൈസേഷൻ ഫോർ ഇക്കണോമിക് കോപ്പറേഷനിൽ 1948-ൽ സ്ഥാപിതം നിന്നാണ് വികസിച്ചത്. 2021 മെയ് 25-ന് കോസ്റ്റാറിക്ക ഔദ്യോഗികമായി അതിന്റെ 38ാമത്തെ അംഗമായി. സാമ്പത്തിക വികസനത്തിനും സഹകരണത്തിനും വേണ്ടിയുള്ള ഓർഗനൈസേഷൻ OECD 1961-ൽ രൂപീകരിക്കപ്പെട്ടു. ലോകമെമ്പാടുമുള്ള ജനാധിപത്യ രാജ്യങ്ങൾക്കിടയിൽ സാമ്പത്തിക പുരോഗതിയും ലോകവ്യാപാരവും ഉത്തേജിപ്പിക്കുക എന്നതാണ് ഇതിന്റെ ലക്ഷ്യം. കോസ്റ്റാറിക്ക 2021 മെയ് 25-ന് ഇതിന്റെ 38ാമത്തെ അംഗരാജ്യമായി ചേർന്നു. ഒപെക്കിന്റെ സ്ഥാപക അംഗങ്ങളായ 5 രാജ്യങ്ങൾ ഏതൊക്കെയാണ്? ഇറാഖ്, ഇറാൻ, കുവൈറ്റ്, സൗദി അറേബ്യ, വെനിസ്വേല എന്നിവയാണ് ഒപെക്കിന്റെ സ്ഥാപക അംഗരാജ്യങ്ങൾ. പെട്രോളിയം കയറ്റുമതി ചെയ്യുന്ന രാജ്യങ്ങളുടെ സംഘടന ഒപെക് 1960 സെപ്റ്റംബറിൽ ബാഗ്ദാദിൽ വെച്ച് രൂപീകരിച്ചു. എണ്ണ വിപണി സ്ഥിരപ്പെടുത്തുന്നതിനും എണ്ണ കയറ്റുമതി ചെയ്യുന്ന രാജ്യങ്ങളുടെ താൽപ്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിനും വേണ്ടിയാണ് ഈ സംഘടന രൂപീകരിച്ചത്. ഇറാഖ്, ഇറാൻ, കുവൈറ്റ്, സൗദി അറേബ്യ, വെനിസ്വേല എന്നിവയാണ് ഇതിന്റെ സ്ഥാപക അംഗരാജ്യങ്ങൾ. ചേരിചേര രാജ്യങ്ങളുടെ ആദ്യ സമ്മേളനം എവിടെ വെച്ചാണ് നടന്നത്? ചേരിചേര പ്രസ്ഥാനത്തിന്റെ ആസ്ഥാനം എവിടെയാണ്? ചേരിചേര രാജ്യങ്ങളുടെ ആദ്യ സമ്മേളനം 1961-ൽ ബെൽഗ്രേഡിൽ വെച്ചാണ് നടന്നത്. നാമിന്റെ ആസ്ഥാനം ഇന്തോനേഷ്യയിലെ ജക്കാർത്തയിലാണ്. രണ്ടാം ലോകമഹായുദ്ധത്തിനുശേഷം ലോകം 2 പ്രധാന ചേരികളായി തിരിഞ്ഞപ്പോൾ ഒരു ചേരിയിലും ചേരാതെ സ്വതന്ത്രമായ വിദേശനയം സ്വീകരിക്കാൻ തീരുമാനിച്ച രാജ്യങ്ങളുടെ കൂട്ടായ്മയാണ് ചേരിചേര പ്രസ്ഥാനം. 1961-ൽ യൂഗോസ്ലാവിയയിലെ ബെൽഗ്രേഡിൽ വെച്ചായിരുന്നു ആദ്യ സമ്മേളനം. ഇതിന്റെ ആസ്ഥാനം ഇന്തോനേഷ്യയിലെ ജക്കാർത്തയിലാണ്. ചേരിചേര പ്രസ്ഥാനത്തിലെ നിലവിലെ അംഗരാജ്യങ്ങളുടെ എണ്ണം എത്രയാണ്? 120. ചേരിചേര പ്രസ്ഥാനം 120 അംഗരാജ്യങ്ങളുള്ള ഒരു അന്താരാഷ്ട്ര സംഘടനയാണ്. അന്താരാഷ്ട്ര തലത്തിൽ സമാധാനവും സുരക്ഷയും പ്രോത്സാഹിപ്പിക്കുക, അംഗരാജ്യങ്ങൾക്കിടയിൽ സഹകരണം വർദ്ധിപ്പിക്കുക, സാമ്പത്തിക വികസനത്തിന് പിന്തുണ നൽകുക എന്നിവയാണ് ഇതിന്റെ പ്രധാന ലക്ഷ്യങ്ങൾ. ലോക ജനസംഖ്യയുടെ വലിയൊരു ഭാഗത്തെ പ്രതിനിധീകരിക്കുന്ന ഒരു പ്രധാന ആഗോള സംഘടനയാണിത്. ചേരിചേര പ്രസ്ഥാനത്തിന്റെ സമ്മേളനത്തിന് അധ്യക്ഷത വഹിക്കുന്നത് ഏത് രാജ്യമാണ്? സമ്മേളനത്തിന് ആതിഥേയത്വം വഹിക്കുന്ന രാജ്യം. ചേരിചേര പ്രസ്ഥാനം നോൺ അലൈൻഡ് മൂവ്മെന്റ് എന്നത് ശീതയുദ്ധകാലത്ത് രൂപം കൊണ്ട ഒരു അന്താരാഷ്ട്ര സംഘടനയാണ്. ഒരു പ്രത്യേക സൈനിക സഖ്യത്തോടും ചേരാതെ സ്വതന്ത്രമായ വിദേശനയം പിന്തുടരുന്ന രാജ്യങ്ങളുടെ കൂട്ടായ്മയാണിത്. സമ്മേളനത്തിന് ആതിഥേയത്വം വഹിക്കുന്ന രാജ്യമാണ് അടുത്ത ഉച്ചകോടി വരെയുള്ള കാലയളവിൽ നാമിന്റെ അധ്യക്ഷസ്ഥാനം വഹിക്കുന്നത്. റെഡ് ക്രോസ് സ്ഥാപിച്ചത് ആരാണ്? ഏതു വർഷത്തിലാണ്? ഹെൻറി ഡ്യൂനാന്റ് 1863-ൽ. സ്വിസ് മനുഷ്യസ്നേഹിയായ ഹെൻറി ഡ്യൂനാന്റാണ് റെഡ് ക്രോസ് പ്രസ്ഥാനം സ്ഥാപിച്ചത്. സമാധാനത്തിനുള്ള ആദ്യത്തെ നോബൽ സമ്മാനം അദ്ദേഹത്തിന് ലഭിച്ചു. യുദ്ധങ്ങളിലും ദുരന്തങ്ങളിലും ദുരിതമനുഭവിക്കുന്നവരെ സഹായിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് 1863-ൽ ഈ സംഘടന രൂപീകരിച്ചത്. റെഡ് ക്രോസിന്റെ ആസ്ഥാനം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ജനീവ, സ്വിറ്റ്സർലൻഡ്. അന്താരാഷ്ട്ര റെഡ് ക്രോസ് ആൻഡ് റെഡ് ക്രസന്റ് പ്രസ്ഥാനത്തിന്റെ ആസ്ഥാനം സ്വിറ്റ്സർലൻഡിലെ ജനീവയിലാണ്. മാനുഷിക സഹായ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്ന ലോകത്തിലെ ഏറ്റവും വലിയ സംഘടനകളിലൊന്നാണിത്. റെഡ് ക്രോസിന്റെ പ്രാഥമിക ലക്ഷ്യം എന്താണ്? യുദ്ധങ്ങളിലോ ദുരന്തങ്ങളിലോ ദുരിതമനുഭവിക്കുന്നവരെ സഹായിക്കുക എന്നതാണ്. യുദ്ധങ്ങളോ പ്രകൃതി ദുരന്തങ്ങളോ കാരണം ദുരിതത്തിലായ ആളുകൾക്ക് സംരക്ഷണം നൽകുക,
അവരുടെ ജീവൻ രക്ഷിക്കുക, വേദന ലഘൂകരിക്കുക എന്നിവയാണ് റെഡ് ക്രോസ് പ്രസ്ഥാനത്തിന്റെ പ്രധാന ലക്ഷ്യങ്ങൾ. മനുഷ്യന്റെ അന്തസ്സും മര്യാദയും ഉയർത്തിപ്പിടിക്കുക എന്ന തത്വത്തിൽ അധിഷ്ഠിതമാണിത്. ലോക റെഡ് ക്രോസ് റെഡ് ക്രസന്റ് ദിനം എല്ലാ വർഷവും എപ്പോഴാണ് ആഘോഷിക്കുന്നത്? ആരുടെ ജന്മദിനമാണ് ഇത് അനുസ്മരിക്കുന്നത്? മെയ് 8 ഹെൻറി ഡ്യൂനാന്റിന്റെ ജന്മദിനം അനുസ്മരിച്ചുകൊണ്ട്. റെഡ് ക്രോസ് പ്രസ്ഥാനത്തിന്റെ സ്ഥാപകനായ ഹെൻറി ഡ്യൂനാന്റിന്റെ ജന്മദിനമായ മെയ് 8 ആണ് ലോക റെഡ് ക്രോസ് റെഡ് ക്രസന്റ് ദിനമായി ആഘോഷിക്കുന്നത്. ഈ ദിനം റെഡ് ക്രോസ് പ്രവർത്തകരുടെ മാനുഷിക സേവനങ്ങളെയും അവരുടെ ത്യാഗങ്ങളെയും ഓർമ്മിപ്പിക്കുന്നു. റെഡ് ക്രോസിന് എത്ര തവണ സമാധാനത്തിനുള്ള നോബൽ സമ്മാനം ലഭിച്ചിട്ടുണ്ട്? ഏതു വർഷങ്ങളിലാണ്? 3 തവണ. 1917, 1944, 1963 വർഷങ്ങളിൽ. റെഡ് ക്രോസ് പ്രസ്ഥാനത്തിന് സമാധാനത്തിനുള്ള നോബൽ സമ്മാനം 3 തവണ ലഭിച്ചിട്ടുണ്ട്. ലോകമഹായുദ്ധ സമയങ്ങളിലെ അവരുടെ മാനുഷിക പ്രവർത്തനങ്ങൾ പരിഗണിച്ചാണ് 1917-ലും 1944-ലും സമ്മാനം ലഭിച്ചത്. 1963-ൽ പ്രസ്ഥാനം സ്ഥാപിതമായതിന്റെ 100ാം വാർഷികത്തിൽ സമാധാനത്തിനുള്ള നോബൽ സമ്മാനം വീണ്ടും ലഭിച്ചു. അറബ് ലീഗ് എപ്പോഴാണ്, എവിടെയാണ് സ്ഥാപിതമായത്? 1945 മാർച്ച് 22 ഈജിപ്തിലെ കെയ്റോയിൽ. അറബ് ലീഗ് അഥവാ ലീഗ് ഓഫ് അറബ് സ്റ്റേറ്റ്സ് അറബ് ലോകത്തെ രാജ്യങ്ങളുടെ ഒരു പ്രാദേശിക സംഘടനയാണ്. അറബ് രാജ്യങ്ങൾ തമ്മിലുള്ള സഹകരണം പ്രോത്സാഹിപ്പിക്കുക, അവരുടെ താൽപ്പര്യങ്ങൾ സംരക്ഷിക്കുക എന്നിവയാണ് ഇതിന്റെ പ്രധാന ലക്ഷ്യം. 1945 മാർച്ചിൽ കെയ്റോയിൽ വെച്ച് 6 സ്ഥാപക അംഗരാജ്യങ്ങൾ ചേർന്നാണ് ഇത് സ്ഥാപിച്ചത്. നിലവിൽ അറബ് ലീഗിൽ എത്ര അംഗരാജ്യങ്ങളുണ്ട്? 22. നിലവിൽ അറബ് ലീഗിൽ 22 അംഗരാജ്യങ്ങളുണ്ട്. പശ്ചിമേഷ്യയിലെയും വടക്കൻ ആഫ്രിക്കയിലെയും അറബ് രാജ്യങ്ങളുടെ രാഷ്ട്രീയവും സാമൂഹികവും സാമ്പത്തികവുമായ താൽപ്പര്യങ്ങൾ ഏകോപിപ്പിക്കുക എന്നതാണ് ഈ സംഘടനയുടെ ദൗത്യം. അറബ് ലീഗിന്റെ ആസ്ഥാനം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ഈജിപ്തിലെ കെയ്റോ. അറബ് ലീഗിന്റെ സ്ഥിരം ആസ്ഥാനം ഈജിപ്തിലെ കെയ്റോയിലാണ്. അറബ് ലോകത്തെ ഏറ്റവും പ്രധാനപ്പെട്ട അന്താരാഷ്ട്ര സംഘടനകളിലൊന്നാണിത്. ആസിയാൻ തെക്കുകിഴക്കൻ ഏഷ്യൻ രാജ്യങ്ങളുടെ സംഘടന എപ്പോഴാണ് സ്ഥാപിതമായത്? 1967 ഓഗസ്റ്റ് 8. തെക്കുകിഴക്കൻ ഏഷ്യൻ രാജ്യങ്ങളുടെ പ്രാദേശിക രാഷ്ട്രീയ, സാമ്പത്തിക സംഘടനയാണ് ആസിയാൻ. 1967 ഓഗസ്റ്റ് 8 ഇന്തോനേഷ്യ, മലേഷ്യ, ഫിലിപ്പീൻസ്, സിംഗപ്പൂർ, തായ്ലൻഡ് എന്നീ രാജ്യങ്ങൾ ചേർന്നാണ് ഇത് സ്ഥാപിച്ചത്. പ്രാദേശിക സ്ഥിരത, സാമ്പത്തിക വളർച്ച, സാമൂഹിക പുരോഗതി എന്നിവ ലക്ഷ്യമിട്ടാണ് ഇത് രൂപീകരിച്ചത്. ആസിയാനിന്റെ കേന്ദ്ര സെക്രട്ടേറിയറ്റ് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ജക്കാർത്ത, ഇന്തോനേഷ്യ. ആസിയാൻ അസോസിയേഷൻ ഓഫ് സൗത്ത് ഈസ്റ്റ് ഏഷ്യൻ നേഷൻസ് എന്നത് തെക്കുകിഴക്കൻ ഏഷ്യൻ രാജ്യങ്ങളുടെ ഒരു പ്രാദേശിക സംഘടനയാണ്. ഇതിന്റെ കേന്ദ്ര സെക്രട്ടേറിയറ്റ് ഇന്തോനേഷ്യയുടെ തലസ്ഥാനമായ ജക്കാർത്തയിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഇത് ആസിയാനിന്റെ ഭരണപരമായ പ്രവർത്തനങ്ങൾക്ക് മേൽനോട്ടം വഹിക്കുന്നു. നിലവിൽ ആസിയാനിൽ എത്ര അംഗരാജ്യങ്ങളുണ്ട്? 10. ആസിയാനിൽ നിലവിൽ 10 അംഗരാജ്യങ്ങളുണ്ട്. ബ്രൂണൈ, കംബോഡിയ, ഇന്തോനേഷ്യ, ലാവോസ്, മലേഷ്യ, മ്യാൻമർ, ഫിലിപ്പീൻസ്, സിംഗപ്പൂർ, തായ്ലൻഡ്, വിയറ്റ്നാം എന്നിവയാണവ. ഈ രാജ്യങ്ങൾ സാമ്പത്തിക, സാമൂഹിക, സാംസ്കാരിക സഹകരണത്തിനായി ഒത്തുചേർന്നിരിക്കുന്നു. ഇന്ത്യ ഏതു വർഷമാണ് ആസിയാനിന്റെ പൂർണ്ണ സംഭാഷണ പങ്കാളി രാജ്യമായത്? 1996. ഇന്ത്യയും ആസിയാനും തമ്മിലുള്ള ബന്ധം വളരെ ശക്തമാണ്. 1996-ൽ ഇന്ത്യ ആസിയാനിന്റെ ഒരു പൂർണ്ണ സംഭാഷണ പങ്കാളി, ഫുൾ ഡയലോഗ് പാർട്ട്ണർ ആയി മാറി. ഇത് മേഖലയിലെ സാമ്പത്തിക, രാഷ്ട്രീയ, സുരക്ഷാ സഹകരണങ്ങളിൽ ഇന്ത്യയുടെ പങ്ക് വർദ്ധിപ്പിക്കാൻ സഹായിച്ചു. ഏഷ്യൻ ഡെവലപ്മെന്റ് ബാങ്ക് ADB എന്നാണ് സ്ഥാപിതമായത്? 1966. ഏഷ്യൻ ഡെവലപ്മെന്റ് ബാങ്ക് ADB 1966 ഡിസംബർ 19 സ്ഥാപിതമായത്. ഏഷ്യയിലെയും പസഫിക്കിലെയും സാമ്പത്തിക വളർച്ചയും സഹകരണവും പ്രോത്സാഹിപ്പിക്കുക, ദാരിദ്ര്യം കുറയ്ക്കുക എന്നിവയാണ് ഇതിന്റെ പ്രധാന ലക്ഷ്യങ്ങൾ. ഏഷ്യൻ ഡെവലപ്മെന്റ് ബാങ്കിൽ ADB എത്ര അംഗരാജ്യങ്ങളുണ്ട്? 68. ഏഷ്യൻ ഡെവലപ്മെന്റ് ബാങ്കിൽ ADB നിലവിൽ 68 അംഗരാജ്യങ്ങളുണ്ട്.
ഇതിൽ 49 രാജ്യങ്ങൾ ഏഷ്യ പസഫിക് മേഖലയിൽ നിന്നുള്ളവയും ബാക്കിയുള്ള 19 രാജ്യങ്ങൾ മറ്റു പ്രദേശങ്ങളിൽ നിന്നുള്ളവയുമാണ്. ഏഷ്യൻ ഡെവലപ്മെന്റ് ബാങ്കിന്റെ ADB ആസ്ഥാനം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? മനില, ഫിലിപ്പീൻസ്. ഏഷ്യൻ ഡെവലപ്മെന്റ് ബാങ്കിന്റെ ADB ആസ്ഥാനം ഫിലിപ്പീൻസിന്റെ തലസ്ഥാനമായ മനിലയിലാണ്. ലോകബാങ്കിന്റെ മാതൃകയിൽ രൂപീകരിച്ച ഈ സ്ഥാപനം അംഗരാജ്യങ്ങൾക്ക് വായ്പകളും സാങ്കേതിക സഹായങ്ങളും നൽകുന്നു. സൗത്ത് ഏഷ്യൻ അസോസിയേഷൻ ഫോർ റീജിയണൽ കോർപ്പറേഷൻ സാർക്ക് എന്നാണ് സ്ഥാപിതമായത്. 1985 ഡിസംബർ. സാർക്ക്, സൗത്ത് ഏഷ്യൻ അസോസിയേഷൻ ഫോർ റീജിയണൽ കോഓപ്പറേഷൻ, 1985 ഡിസംബർ 8 ബംഗ്ലാദേശിലെ ധാക്കയിൽ വെച്ച് സ്ഥാപിക്കപ്പെട്ടു. ദക്ഷിണേഷ്യൻ രാജ്യങ്ങൾക്കിടയിൽ സാമ്പത്തിക, സാങ്കേതിക, സാമൂഹിക, സാംസ്കാരിക വികസനത്തിനും സഹകരണത്തിനും വേണ്ടിയുള്ള ഒരു പ്രാദേശിക സംഘടനയാണിത്. സാർക്കിന്റെ ആസ്ഥാനം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? കാഠ്മണ്ഡു, നേപ്പാൾ. സാർക്കിന്റെ ആസ്ഥാനം നേപ്പാളിന്റെ തലസ്ഥാനമായ കാഠ്മണ്ഡുവിലാണ്. പ്രാദേശിക സഹകരണം പ്രോത്സാഹിപ്പിക്കുന്നതിനും അംഗരാജ്യങ്ങൾക്കിടയിൽ സൗഹൃദം വളർത്തുന്നതിനും സാർക്ക് ഒരു പ്രധാന പങ്ക് വഹിക്കുന്നു. സാർക്കിലെ അംഗരാജ്യങ്ങളുടെ പേര് പറയുക. നേപ്പാൾ, ഭൂട്ടാൻ, ശ്രീലങ്ക, മാലിദ്വീപ്, ഇന്ത്യ, ബംഗ്ലാദേശ്, പാകിസ്ഥാൻ, അഫ്ഗാനിസ്ഥാൻ. സാർക്കിൽ നിലവിൽ 8 അംഗരാജ്യങ്ങളുണ്ട്. ദക്ഷിണേഷ്യൻ മേഖലയിലെ ഈ രാജ്യങ്ങൾ പരസ്പരം സഹകരിച്ച് സമാധാനപരവും ഐശ്വര്യപൂർണവുമായ ഭാവി കെട്ടിപ്പടുക്കാൻ ശ്രമിക്കുന്നു. G7 ഗ്രൂപ്പ് ഓഫ് 7 എന്നാണ് സ്ഥാപിതമായത്. 1975. ലോകത്തിലെ ഏറ്റവും വലിയ വികസിത സമ്പദ്വ്യവസ്ഥകളുള്ള 7 രാജ്യങ്ങളുടെ കൂട്ടായ്മയാണ് G7. 1975 സ്ഥാപിതമായ ഇത് ആഗോള സാമ്പത്തിക, രാഷ്ട്രീയ വിഷയങ്ങളിൽ ചർച്ചകൾ നടത്തുകയും നയങ്ങൾ ഏകോപിപ്പിക്കുകയും ചെയ്യുന്നു. G7 റഷ്യ ചേർന്നതും അത് G8 എന്ന് അറിയപ്പെടാൻ തുടങ്ങിയതും എപ്പോഴാണ്? 1997 ജൂൺ 20-22. റഷ്യ G7 ചേർന്നതോടെയാണ് അത് G8 ആയി മാറിയത്. 1997 ജൂൺ 20 മുതൽ 22 വരെ തീയതികളിൽ ഡെൻവറിൽ നടന്ന ഉച്ചകോടിയിലാണ് ഇത് ഔദ്യോഗികമായി അംഗീകരിക്കപ്പെട്ടത്. ലോകത്തിലെ വ്യാവസായികമായി ഏറ്റവും വികസിത രാജ്യങ്ങളുടെ ഒരു ഫോറമാണ് G7. G8 എപ്പോഴാണ് G7 ആയി മാറിയത്, എന്തുകൊണ്ട്? 2014 റഷ്യയെ അംഗത്വത്തിൽ നിന്ന് സസ്പെൻഡ് ചെയ്തപ്പോൾ. 2014 ക്രിമിയയെ റഷ്യൻ ഫെഡറേഷനുമായി കൂട്ടിച്ചേർത്തതിനെ തുടർന്ന് മറ്റ് G8 അംഗരാജ്യങ്ങൾ റഷ്യയെ സംഘടനയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തു. ഇതോടെയാണ് G8 വീണ്ടും G7 ആയി മാറിയത്. G7 അംഗരാജ്യങ്ങൾ ഏതൊക്കെയാണ്? അമേരിക്ക, കാനഡ, യുണൈറ്റഡ് കിങ്ഡം, ഫ്രാൻസ്, ഇറ്റലി, ജർമ്മനി, ജപ്പാൻ. ലോകത്തിലെ ഏറ്റവും വലിയ 7 വികസിത സമ്പദ്വ്യവസ്ഥകളുള്ള രാജ്യങ്ങളാണ് G7 അംഗങ്ങൾ. സാമ്പത്തിക, രാഷ്ട്രീയ വിഷയങ്ങളിൽ ആഗോളതലത്തിൽ ഏകോപനം ഉറപ്പാക്കുക എന്നതാണ് ഇതിന്റെ പ്രധാന ലക്ഷ്യം. കോമൺവെൽത്ത് ഓഫ് ഇൻഡിപെൻഡന്റ് സ്റ്റേറ്റ്സ് CIS ഏതൊക്കെ രാജ്യങ്ങൾ ചേർന്നാണ് ഏതു വർഷം സ്ഥാപിച്ചത്? 1991 ഡിസംബറിൽ ബെലാറസ്, ഉക്രൈൻ, റഷ്യ എന്നിവ ചേർന്നാണ് സ്ഥാപിച്ചത്. സോവിയറ്റ് യൂണിയന്റെ ശിഥിലീകരണത്തിനുശേഷം അതിലെ മുൻ അംഗരാജ്യങ്ങൾ തമ്മിലുള്ള സഹകരണം ഉറപ്പാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് CIS രൂപീകൃതമായത്. ബെലാവെഷ കരാറിലൂടെയാണ് ഇത് സ്ഥാപിച്ചത്. കോമൺവെൽത്ത് ഓഫ് ഇൻഡിപെൻഡന്റ് സ്റ്റേറ്റ്സ് CIS ഭരണപരമായ ആസ്ഥാനം എവിടെയാണ്? മിൻസ്ക്, ബെലാറസ്. ബെലാറസിന്റെ തലസ്ഥാനമായ മിൻസ്കിലാണ് CIS എക്സിക്യൂട്ടീവ് കമ്മിറ്റിയുടെ ആസ്ഥാനം സ്ഥിതി ചെയ്യുന്നത്. അംഗരാജ്യങ്ങൾക്കിടയിൽ സാമ്പത്തിക, രാഷ്ട്രീയ, സാംസ്കാരിക സഹകരണങ്ങൾ ഏകോപിപ്പിക്കുക എന്നതാണ് ഇതിന്റെ പ്രധാന ദൗത്യം. ബ്രെക് എന്ന സാമ്പത്തിക സംഘടന ആദ്യമായി സ്ഥാപിച്ചത് എപ്പോഴാണ്? ഏതൊക്കെ രാജ്യങ്ങളായിരുന്നു അതിന്റെ സ്ഥാപക അംഗങ്ങൾ? 2006 ബ്രസീൽ, റഷ്യ, ഇന്ത്യ, ചൈന എന്നിവരായിരുന്നു സ്ഥാപക അംഗങ്ങൾ. ലോകത്തിലെ ഏറ്റവും വലിയ വളർന്നുവരുന്ന സമ്പദ്വ്യവസ്ഥകളായ ബ്രസീൽ, റഷ്യ, ഇന്ത്യ, ചൈന എന്നീ രാജ്യങ്ങളെ ഉൾപ്പെടുത്തി 2006 ബ്രെക് എന്ന ആശയം രൂപപ്പെട്ടത്. ഈ രാജ്യങ്ങളുടെ സാമ്പത്തിക സഹകരണവും രാഷ്ട്രീയ ഏകോപനവുമാണ് ഇതിന്റെ പ്രധാന ലക്ഷ്യം.
ആദ്യത്തെ ബ്രെക് ഉച്ചകോടി എപ്പോൾ എവിടെ വെച്ച് നടന്നു? 2009 ജൂൺ 16 റഷ്യയിലെ യെക്കാറ്റിൻബർഗിൽ വെച്ച്. ബ്രെക് അംഗരാജ്യങ്ങൾ തമ്മിൽ ഉയർന്ന തലത്തിലുള്ള സംഭാഷണങ്ങൾക്കും സഹകരണത്തിനും തുടക്കമിട്ടത് ഈ ആദ്യ ഉച്ചകോടിയാണ്. ആഗോള സാമ്പത്തിക ഭരണം മെച്ചപ്പെടുത്തുന്നതിനും ബഹുമുഖ സഹകരണങ്ങൾ വികസിപ്പിക്കുന്നതിനും ഇത് വഴിയൊരുക്കി. ഏതു വർഷമാണ് ദക്ഷിണാഫ്രിക്കയ്ക്ക് ബ്രെക്കിൽ ചേരാൻ അനുമതി ലഭിച്ചത്? ഏതു ഉച്ചകോടിയിൽ വെച്ച്? 2010 ബ്രസീലിലെ ബ്രസീലിയയിൽ നടന്ന രണ്ടാമത്തെ ബ്രെക് ഉച്ചകോടിയിൽ വെച്ച്. ദക്ഷിണാഫ്രിക്കയുടെ ബ്രെക്കിലേക്കുള്ള പ്രവേശനം ഗ്രൂപ്പിന്റെ ആഗോള പ്രാതിനിധ്യം വർദ്ധിപ്പിച്ചു. വളർന്നുവരുന്ന പ്രധാന സാമ്പത്തിക ശക്തികളെ ഒരുമിപ്പിക്കുക എന്ന ബ്രെക്കിന്റെ കാഴ്ചപ്പാടിന് ഇത് കൂടുതൽ കരുത്തു പകർന്നു. ദക്ഷിണാഫ്രിക്കയെ ഔദ്യോഗികമായി സംഘടനയിൽ ഉൾപ്പെടുത്തുകയും ബ്രിക്സ് എന്നു പേര് മാറ്റുകയും ചെയ്തത് എപ്പോഴാണ്? 2011 ഏപ്രിൽ 14 ചൈനയിൽ നടന്ന മൂന്നാമത്തെ ബ്രെക് ഉച്ചകോടിയിൽ വെച്ച്. ദക്ഷിണാഫ്രിക്കയുടെ ഔദ്യോഗിക പ്രവേശനം ബ്രെക്കിനെ ബ്രിക്സ് ആയി മാറ്റി. ആഫ്രിക്കൻ ഭൂഖണ്ഡത്തെയും പ്രാതിനിധീകരിച്ച് ലോകത്തിലെ പ്രധാന വളർന്നുവരുന്ന സമ്പദ്വ്യവസ്ഥകളുടെ കൂട്ടായ്മയായി ഇത് മാറി. 15ാമത് ബ്രിക്സ് ഉച്ചകോടി എവിടെയാണ് സംഘടിപ്പിച്ചത്? ദക്ഷിണാഫ്രിക്കയിൽ. 2023 ഓഗസ്റ്റ് 22-24 തീയതികളിൽ ജോഹന്നാസ്ബർഗിൽ വെച്ചാണ് 15 സ്വരചിഹ്നം ആമത് ബ്രിക്സ് ഉച്ചകോടി നടന്നത്. 6 പുതിയ അംഗങ്ങളെ അർജന്റീന, ഈജിപ്ത്, എത്യോപ്യ, ഇറാൻ, സൗദി അറേബ്യ, യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ് ബ്രിക്സിലേക്ക് ക്ഷണിക്കാൻ ഈ ഉച്ചകോടിയിൽ തീരുമാനമായി. 15 സ്വരചിഹ്നം ആമത് ബ്രിക്സ് ഉച്ചകോടിയുടെ വിഷയം എന്തായിരുന്നു? ബ്രിക്സും ആഫ്രിക്കയും പരസ്പര വേഗതയുള്ള വളർച്ചയ്ക്കും സുസ്ഥിര വികസനത്തിനും സമഗ്ര ബഹുമുഖത്വത്തിനും വേണ്ടിയുള്ള പങ്കാളിത്തം. 15 സ്വരചിഹ്നം ആമത് ബ്രിക്സ് ഉച്ചകോടി 2023 ഓഗസ്റ്റിൽ ദക്ഷിണാഫ്രിക്കയിലെ ജോഹന്നാസ്ബർഗിൽ വെച്ച് നടന്നു. ഈ ഉച്ചകോടി ബ്രിക്സ് രാജ്യങ്ങളും ആഫ്രിക്കൻ രാജ്യങ്ങളും തമ്മിലുള്ള സഹകരണം ഊട്ടിയുറപ്പിക്കുന്നതിനും ആഗോളതലത്തിൽ സമഗ്രമായ വികസനം പ്രോത്സാഹിപ്പിക്കുന്നതിനും പ്രാധാന്യം നൽകി. ഈ വിഷയം ആഗോള സാമ്പത്തിക ഭരണം കൂടുതൽ ഉൾക്കൊള്ളുന്നതാക്കേണ്ടതിന്റെ ആവശ്യകതയും എടുത്തുകാണിക്കുന്നു. ബ്രിക്സിലേക്ക് പുതുതായി അംഗീകരിച്ച 4 രാജ്യങ്ങൾ ഏതൊക്കെയാണ്? ഈജിപ്ത്, എത്യോപ്യ, ഇറാൻ, UAE. 2023 15 സ്വരചിഹ്നം ആമത് ബ്രിക്സ് ഉച്ചകോടിയിലാണ് ഈജിപ്ത്, എത്യോപ്യ, ഇറാൻ, UAE എന്നീ രാജ്യങ്ങളെ ബ്രിക്സിന്റെ പൂർണ്ണ അംഗങ്ങളായി ഉൾപ്പെടുത്താൻ തീരുമാനിച്ചത്. 2024 ജനുവരി 1 മുതൽ ഇവരുടെ അംഗത്വം പ്രാബല്യത്തിൽ വന്നു. ഈ വിപുലീകരണം ബ്രിക്സ് കൂട്ടായ്മയുടെ ആഗോള സ്വാധീനം വർദ്ധിപ്പിക്കുകയും കൂടുതൽ സാമ്പത്തിക ശക്തികളെ ഒരുമിപ്പിക്കുകയും ചെയ്യുന്നു. ഇന്ത്യയുടെ ആദ്യത്തെ വനിതാ രാഷ്ട്രപതി ആരായിരുന്നു? പ്രതിഭ ദേവിസിംഗ് പാട്ടീൽ. പ്രതിഭ ദേവിസിംഗ് പാട്ടീൽ 2007 മുതൽ 2012 വരെ ഇന്ത്യയുടെ 12 സ്വരചിഹ്നം ആമത് രാഷ്ട്രപതിയായി സേവനമനുഷ്ഠിച്ചു. ഈ പദവിയിലെത്തുന്ന ആദ്യത്തെ ഇന്ത്യൻ വനിതയായിരുന്നു അവർ. രാജ്യത്തിന്റെ പരമോന്നത ഭരണഘടനാ പദവിയിൽ ഒരു വനിത എത്തുന്നത് സ്ത്രീ ശാക്തീകരണത്തിന്റെ ഒരു സുപ്രധാന നാഴികക്കല്ലായി കണക്കാക്കപ്പെടുന്നു. ഇന്ത്യയുടെ ആദ്യത്തെ വനിതാ പ്രധാനമന്ത്രി ആരായിരുന്നു? ഇന്ദിരാഗാന്ധി. ഇന്ദിരാഗാന്ധി 1966 മുതൽ 1977 വരെയും പിന്നീട് 1980 മുതൽ 1984 ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായി സേവനമനുഷ്ഠിച്ചു. ഇന്ത്യയുടെ രാഷ്ട്രീയ ചരിത്രത്തിൽ ഒരു വനിതയ്ക്ക് ഇത്രയും വലിയ ഭരണപരമായ പദവിയിലെത്താൻ സാധിച്ചത് ഒരു വിപ്ലവകരമായ മാറ്റമായിരുന്നു. അവർ ഇന്ത്യയുടെ വികസനത്തിൽ നിർണായകമായ പല പരിഷ്കാരങ്ങൾക്കും തുടക്കം കുറിച്ചു. ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ അധ്യാപികയായി കണക്കാക്കപ്പെടുന്നത് ആരെയാണ്? സാവിത്രിബായി ഫുലെ. സാവിത്രിബായി ഫുലെ 1831 മുതൽ 1897 വരെ ഒരു സാമൂഹിക പരിഷ്കർത്താവും കവയിത്രിയും ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ അധ്യാപികയുമായിരുന്നു. ഭർത്താവ് ജ്യോതിറാവു ഫുലെയോടൊപ്പം ചേർന്ന് 1848 പൂനെയിൽ സ്ത്രീകൾക്കായി ഇന്ത്യയിലെ ആദ്യത്തെ വിദ്യാലയം സ്ഥാപിച്ചു. വിദ്യാഭ്യാസത്തിലൂടെ സ്ത്രീകളുടെയും പിന്നോക്ക വിഭാഗങ്ങളുടെയും ഉന്നമനത്തിനായി അവർ ജീവിതം സമർപ്പിച്ചു. ഇന്ത്യൻ വ്യോമസേനയിലെ ആദ്യത്തെ ഇന്ത്യൻ വനിതാ ഫ്ലൈറ്റ് എഞ്ചിനീയർ ആരായിരുന്നു? ഹിന ജയ്സ്വാൾ. 2019 ഫ്ലൈറ്റ് ലഫ്റ്റനന്റ് ഹിന ജയ്സ്വാൾ ഇന്ത്യൻ വ്യോമസേനയിലെ ആദ്യത്തെ വനിതാ ഫ്ലൈറ്റ് എഞ്ചിനീയറായി മാറി. ഈ നേട്ടം ഇന്ത്യൻ സൈന്യത്തിൽ സ്ത്രീകൾക്ക് കൂടുതൽ പങ്കാളിത്തം ഉറപ്പാക്കുന്നതിനും പുതിയ മേഖലകളിലേക്ക് കടന്നുവരുന്നതിനും ഒരു മാതൃകയായി.
വ്യോമസേനയിൽ എഞ്ചിനീയറിംഗ് വിഭാഗത്തിൽ ഒരു വനിതയുടെ ഈ നിയമനം ലിംഗസമത്വത്തിനുള്ള സുപ്രധാന ചുവടുവെപ്പായിരുന്നു. മിഗ് 21 വിമാനത്തിൽ ഒറ്റയ്ക്ക് പറന്ന ആദ്യത്തെ ഇന്ത്യൻ വനിതാ ഫൈറ്റർ പൈലറ്റ് ആരായിരുന്നു? അവനി ചതുർവേദി. ഫ്ലൈറ്റ് ലഫ്റ്റനന്റ് അവനി ചതുർവേദി 2018-ൽ മിഗ് 21 ബൈസൺ യുദ്ധവിമാനത്തിൽ ഒറ്റയ്ക്ക് പറന്ന് ചരിത്രം സൃഷ്ടിച്ചു. ഈ നേട്ടം ഇന്ത്യൻ വ്യോമസേനയിലെ വനിതാ ഫൈറ്റർ പൈലറ്റുമാരുടെ മുന്നേറ്റത്തിലെ ഒരു സുപ്രധാന ചുവടുവെപ്പായിരുന്നു. അവരോടൊപ്പം ഭാവന കാന്ത്, മോഹന സിംഗ് എന്നിവരും ആദ്യത്തെ വനിതാ ഫൈറ്റർ പൈലറ്റുമാരായി തിരഞ്ഞെടുക്കപ്പെട്ടു. ആദ്യത്തെ ഇന്ത്യൻ വനിതാ ഹോക്ക് അഡ്വാൻസ്ഡ് ജെറ്റ് പൈലറ്റ് ആരായിരുന്നു? മോഹന സിംഗ്. ഫ്ലൈറ്റ് ലഫ്റ്റനന്റ് മോഹന സിംഗ് 2019-ൽ ഹോക്ക് അഡ്വാൻസ്ഡ് ജെറ്റിൽ പരിശീലനം പൂർത്തിയാക്കി ഈ പദവിയിലെത്തുന്ന ആദ്യത്തെ ഇന്ത്യൻ വനിതയായി. ഇന്ത്യൻ വ്യോമസേനയിൽ യുദ്ധവിമാനങ്ങൾ പറത്തുന്നതിനായി തിരഞ്ഞെടുക്കപ്പെട്ട ആദ്യത്തെ 3 വനിതാ പൈലറ്റുമാരിൽ ഒരാളാണ് മോഹന സിംഗ്. ഈ നേട്ടം ഇന്ത്യൻ പ്രതിരോധ മേഖലയിൽ സ്ത്രീകളുടെ കഴിവും സമർപ്പണവും വിളിച്ചോതുന്നു. ലൈറ്റ് സ്പോർട്ട് എയർക്രാഫ്റ്റിൽ LSA ഒറ്റയ്ക്ക് അറ്റ്ലാന്റിക്, പസഫിക് സമുദ്രങ്ങൾ താണ്ടിയ ആദ്യത്തെ ഇന്ത്യൻ വനിത ആരാണ്? ആരോഹി പണ്ഡിറ്റ്. മുംബൈയിൽ നിന്നുള്ള ആരോഹി പണ്ഡിറ്റ് 2019-ൽ ലൈറ്റ് സ്പോർട്ട് എയർക്രാഫ്റ്റിൽ LSA ഒറ്റയ്ക്ക് പറന്ന് അറ്റ്ലാന്റിക് സമുദ്രം കടക്കുന്ന ലോകത്തിലെ ആദ്യത്തെ വനിതയും പസഫിക് സമുദ്രം ഒറ്റയ്ക്ക് കടക്കുന്ന ആദ്യത്തെ ഇന്ത്യൻ വനിതയുമായി. ഈ സാഹസിക നേട്ടം ആഗോളതലത്തിൽ ഇന്ത്യൻ സ്ത്രീകളുടെ ധൈര്യത്തിനും നിശ്ചയദാർഢ്യത്തിനും ഒരു ഉദാഹരണമായി. ആദ്യത്തെ ഇന്ത്യൻ വനിതാ ലോക്സഭാ സ്പീക്കർ ആരായിരുന്നു? മീര കുമാർ. മീര കുമാർ 2009 മുതൽ 2014 വരെ ലോക്സഭാ സ്പീക്കറായി സേവനമനുഷ്ഠിച്ചു. ഈ പദവിയിലെത്തുന്ന ആദ്യത്തെ ഇന്ത്യൻ വനിതയായിരുന്നു അവർ. രാജ്യത്തിന്റെ നിയമനിർമ്മാണ സഭയുടെ തലപ്പത്ത് ഒരു വനിത എത്തുന്നത് ഇന്ത്യൻ ജനാധിപത്യത്തിലെ ഒരു പ്രധാന നാഴികക്കല്ലായി അടയാളപ്പെടുത്തുന്നു. ഇത് സ്ത്രീകളുടെ രാഷ്ട്രീയ പങ്കാളിത്തത്തിന് ഉത്തേജനം നൽകി. രാജ്യസഭയുടെ ആദ്യത്തെ ഇന്ത്യൻ വനിതാ ഡെപ്യൂട്ടി സ്പീക്കർ ആരായിരുന്നു? വയലറ്റ് ഹരി ആൽവ. വയലറ്റ് ഹരി ആൽവ 1962 മുതൽ 1969 വരെ രാജ്യസഭയുടെ ഡെപ്യൂട്ടി സ്പീക്കറായി സേവനമനുഷ്ഠിച്ചു. ഇന്ത്യൻ പാർലമെന്റിന്റെ ഉപരിസഭയിൽ ഈ പദവിയിലെത്തുന്ന ആദ്യ വനിതയായിരുന്നു അവർ. രാജ്യസഭയുടെ ചെയർമാൻ ഉപരാഷ്ട്രപതിയും ഡെപ്യൂട്ടി ചെയർമാൻ രാജ്യസഭാംഗങ്ങളിൽ നിന്ന് തിരഞ്ഞെടുക്കുന്ന വ്യക്തിയുമാണ്. ഒരു സംസ്ഥാനത്തിന്റെ ആദ്യത്തെ ഇന്ത്യൻ വനിതാ ഗവർണർ ആരായിരുന്നു? സരോജിനി നായിഡു. ഉത്തർപ്രദേശിനു വേണ്ടി. സരോജിനി നായിഡുവിനെ 1947-ൽ ഉത്തർപ്രദേശിന്റെ ഗവർണറായി നിയമിച്ചു. ഇന്ത്യൻ സംസ്ഥാനത്തിന്റെ ഗവർണർ പദവിയിലെത്തുന്ന ആദ്യ വനിതയായിരുന്നു അവർ. ഭാരതത്തിന്റെ വാനമ്പാടി എന്ന് അറിയപ്പെട്ടിരുന്ന ഇവർ ഒരു കവിയും രാഷ്ട്രീയ പ്രവർത്തകയുമായിരുന്നു. യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ UPSC ചെയർപേഴ്സണായ ആദ്യ ഇന്ത്യൻ വനിത ആരായിരുന്നു? റോസ്മിലിൻ ബാത്തിയു. റോസ്മിലിൻ ബാത്തിയു 1992-ൽ യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷന്റെ UPSC ചെയർപേഴ്സണായി ചുമതലയേറ്റു. ഇന്ത്യയിലെ ഉന്നത സിവിൽ സർവീസ് പരീക്ഷകൾ നടത്തുന്ന ഈ ഭരണഘടനാ സ്ഥാപനത്തിന്റെ തലപ്പത്തെത്തുന്ന ആദ്യ വനിതയായിരുന്നു അവർ. ഡൽഹി സുൽത്താനത്തിലെ ആദ്യത്തെ വനിതാ ഭരണാധികാരി സുൽത്താന ആരായിരുന്നു? റസിയ സുൽത്താന. ഡൽഹി സുൽത്താനത്തിന്റെ ഏക വനിതാ ഭരണാധികാരിയായിരുന്നു റസിയ സുൽത്താന. അടിമവംശത്തിലെ സുൽത്താൻ ഇൽത്തുമിഷിന്റെ മകളായിരുന്ന റസിയ 1236 മുതൽ 1240 വരെ ഡൽഹി ഭരിച്ചു. ശക്തയായ ഭരണാധികാരിയായിരുന്ന അവർ ജനങ്ങൾക്കിടയിൽ വളരെ മതിപ്പുണ്ടായിരുന്ന വ്യക്തിയായിരുന്നു. ആദ്യത്തെ ഇന്ത്യൻ വനിതാ IAS ഇന്ത്യൻ അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് ഉദ്യോഗസ്ഥ ആരായിരുന്നു? അന്ന രാജു മൽഹോത്ര. 1951-ൽ സിവിൽ സർവീസിൽ പ്രവേശിച്ച അന്ന രാജു മൽഹോത്ര ഇന്ത്യയുടെ ആദ്യത്തെ വനിതാ IAS ഉദ്യോഗസ്ഥയായിരുന്നു. മദ്രാസ് കേഡറിൽ സേവനമനുഷ്ഠിച്ച ഇവർ പ്രധാനമന്ത്രി രാജീവ് ഗാന്ധിക്കൊപ്പം ഉൾപ്പെടെ വിവിധ പ്രധാന സ്ഥാനങ്ങളിൽ പ്രവർത്തിച്ചിട്ടുണ്ട്. ആദ്യത്തെ ഇന്ത്യൻ വനിതാ IPS ഇന്ത്യൻ പോലീസ് സർവീസ് ഉദ്യോഗസ്ഥ ആരായിരുന്നു? കിരൺ ബേദി. 1972-ൽ ഇന്ത്യൻ പോലീസ് സർവീസിൽ EPS ചേർന്ന കിരൺ ബേദി ഇന്ത്യയുടെ ആദ്യത്തെ വനിതാ IPS ഉദ്യോഗസ്ഥയാണ്. ഡൽഹിയിലെ തിഹാർ ജയിലിൽ നടത്തിയ പരിഷ്കാരങ്ങളിലൂടെയും പിന്നീട് പുതുച്ചേരിയുടെ ലഫ്റ്റനന്റ് ഗവർണറായും അവർ ശ്രദ്ധേയയായി.
ഒരു സംസ്ഥാനത്തിലെ ആദ്യത്തെ ഇന്ത്യൻ വനിതാ മുഖ്യമന്ത്രി ആരായിരുന്നു? സുജേത കൃപലാനി, ഉത്തർപ്രദേശിനു വേണ്ടി. സുജേത കൃപലാനി 1963-ൽ ഉത്തർപ്രദേശിന്റെ മുഖ്യമന്ത്രിയായി ചുമതലയേറ്റു. ഇന്ത്യൻ സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രി പദവിയിലെത്തുന്ന ആദ്യ വനിതയായിരുന്നു അവർ. സ്വാതന്ത്ര്യസമര സേനാനിയായിരുന്ന ഇവർ ഭരണഘടനാനിർമ്മാണ സഭയിലെ ഒരംഗവുമായിരുന്നു. ആദ്യത്തെ ഇന്ത്യൻ വനിതാ കേന്ദ്ര ആരോഗ്യമന്ത്രി ആരായിരുന്നു? രാജ്കുമാരി അമൃത് കൗർ. സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യത്തെ ആരോഗ്യമന്ത്രിയായിരുന്നു രാജ്കുമാരി അമൃത് കൗർ. 1947 മുതൽ 1957 വരെ ഈ പദവി വഹിച്ച അവർ കാബിനറ്റ് പദവിയിലെത്തുന്ന ആദ്യ വനിതകളിൽ ഒരാളായിരുന്നു. ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ് എയിംസ് സ്ഥാപിക്കുന്നതിൽ പ്രധാന പങ്ക് വഹിച്ചു. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ആദ്യ വനിതാ പ്രസിഡന്റ് ആരായിരുന്നു? ഡോക്ടർ ആനി ബസന്റ്. ഡോക്ടർ ആനി ബസന്റ് 1917-ൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ടു. ഈ സ്ഥാനത്തെത്തുന്ന ആദ്യ വനിതയായിരുന്നു അവർ. ഹോം റൂൾ പ്രസ്ഥാനത്തിന്റെ പ്രധാന നേതാക്കളിൽ ഒരാളായിരുന്ന അവർ ഇന്ത്യൻ സ്വാതന്ത്ര്യസമരത്തിൽ സജീവമായി പങ്കെടുത്തു. സുപ്രീം കോടതിയിലെ ആദ്യത്തെ ഇന്ത്യൻ വനിതാ ജഡ്ജി ആരായിരുന്നു? ജസ്റ്റിസ് എം. ഫാത്തിമ ബീവി. 1989-ൽ സുപ്രീം കോടതിയിലെ ജഡ്ജിയായി നിയമിക്കപ്പെട്ട ജസ്റ്റിസ് എം. ഫാത്തിമ ബീവി ഇന്ത്യയുടെ പരമോന്നത നീതിപീഠത്തിലെത്തുന്ന ആദ്യ വനിതയായിരുന്നു. അവർ പിന്നീട് തമിഴ്നാടിന്റെ ഗവർണറായും സേവനമനുഷ്ഠിച്ചു. ഒരു ഹൈക്കോടതിയിലെ ആദ്യത്തെ ഇന്ത്യൻ വനിതാ ചീഫ് ജസ്റ്റിസ് ആരായിരുന്നു? ജസ്റ്റിസ് ലീല സേത്ത്, ഹിമാചൽ പ്രദേശ് ഹൈക്കോടതി. ജസ്റ്റിസ് ലീല സേത്ത് 1991-ൽ ഹിമാചൽ പ്രദേശ് ഹൈക്കോടതിയിൽ ചീഫ് ജസ്റ്റിസായി നിയമിതയായി. ഇന്ത്യയിൽ ഒരു ഹൈക്കോടതിയുടെ ചീഫ് ജസ്റ്റിസ് ആകുന്ന ആദ്യത്തെ വനിതയായി ചരിത്രം കുറിച്ചു. ഈ നിയമനം ഇന്ത്യൻ നീതിന്യായ വ്യവസ്ഥയിലെ ഒരു സുപ്രധാന നാഴികക്കല്ലായിരുന്നു. ആദ്യത്തെ ഇന്ത്യൻ വനിതാ സെഷൻസ് ജഡ്ജി ആരായിരുന്നു? അന്നാ ചാണ്ടി, കേരളത്തിൽ. അന്നാ ചാണ്ടി 1937-ൽ ഒരു മുനിസിഫ് ആയി നിയമിതയാവുകയും 1948-ൽ ജില്ലാ ജഡ്ജിയായി ഉയർത്തപ്പെടുകയും ചെയ്തു. 1959-ൽ അവർ കേരള ഹൈക്കോടതിയിലെ ആദ്യത്തെ വനിതാ ജഡ്ജിയായി. ഇത് ലോകത്തിലെ തന്നെ ആദ്യത്തെ വനിതാ ഹൈക്കോടതി ജഡ്ജിമാരിൽ ഒരാളായി അവരെ മാറ്റി. അശോകചക്ര പുരസ്കാരം ലഭിച്ച ആദ്യത്തെ ഇന്ത്യൻ വനിത ആരായിരുന്നു? നീർജ ബാനോട്ട്. 1986-ൽ പാനാം ഫ്ലൈറ്റ് 73-ലെ ഹൈജാക്കിംഗ് വേളയിൽ യാത്രക്കാരുടെ ജീവൻ രക്ഷിക്കുന്നതിനായി ധീരമായി പോരാടി വീരമൃത്യു വരിച്ച എയർഹോസ്റ്റസായിരുന്നു നീർജ ബാനോട്ട്. മരണാനന്തരം ഇന്ത്യയുടെ പരമോന്നത സമാധാനകാല സൈനിക ബഹുമതിയായ അശോകചക്ര ലഭിക്കുന്ന ആദ്യ വനിതയായി അവർ മാറി. ഐക്യരാഷ്ട്രസഭയിലെ ആദ്യത്തെ ഇന്ത്യൻ വനിതാ അംബാസഡർ ആരായിരുന്നു? വിജയലക്ഷ്മി പണ്ഡിറ്റ്. ഇന്ത്യയുടെ പ്രഥമ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റുവിന്റെ സഹോദരിയായ വിജയലക്ഷ്മി പണ്ഡിറ്റ് ഒരു നയതന്ത്രജ്ഞയും രാഷ്ട്രീയക്കാരിയുമായിരുന്നു. 1953-ൽ അവർ ഐക്യരാഷ്ട്രസഭയുടെ പൊതുസഭയുടെ പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ട ആദ്യത്തെ വനിതയായി. ഇത് അന്താരാഷ്ട്ര നയതന്ത്രത്തിലെ അവരുടെ സ്വാധീനം എടുത്തുകാണിക്കുന്നു. ഇംഗ്ലീഷ് ചാനൽ നീന്തിക്കടന്ന ആദ്യത്തെ ഇന്ത്യൻ വനിത ആരായിരുന്നു? ആരതി സാഹ. ആരതി സാഹ 1959-ൽ ഇംഗ്ലീഷ് ചാനൽ നീന്തിക്കടന്ന് ചരിത്രം സൃഷ്ടിച്ചു. ഇത് നേടുന്ന ആദ്യത്തെ ഏഷ്യൻ വനിതയായി മാറി. 1960-ൽ അവർക്ക് പത്മശ്രീ പുരസ്കാരം ലഭിച്ചു. ഈ നേട്ടം കായികരംഗത്തെ അവരുടെ അർപ്പണബോധത്തിനും ദൃഢനിശ്ചയത്തിനും തെളിവാണ്. നോബൽ സമ്മാനം ലഭിച്ച ആദ്യത്തെ ഇന്ത്യൻ വനിത ആരായിരുന്നു? മദർ തെരേസ. മദർ തെരേസ അൽബേനിയൻ വംശജയാണെങ്കിലും ഇന്ത്യൻ പൗരത്വം സ്വീകരിക്കുകയും ഇന്ത്യയിൽ മിഷണറീസ് ഓഫ് ചാരിറ്റി സ്ഥാപിക്കുകയും ചെയ്തു. ദരിദ്രർക്കും രോഗികൾക്കും വേണ്ടി ചെയ്ത പ്രവർത്തനങ്ങൾക്ക് 1979-ൽ അവർക്ക് സമാധാനത്തിനുള്ള നോബൽ സമ്മാനം ലഭിച്ചു. ഇത് ഇന്ത്യയെ പ്രതിനിധീകരിച്ച് നോബൽ സമ്മാനം നേടുന്ന ആദ്യത്തെ വനിതയായി അവരെ മാറ്റി. മൗണ്ട് എവറസ്റ്റ് കീഴടക്കിയ ആദ്യത്തെ ഇന്ത്യൻ വനിത ആരായിരുന്നു? ബചേന്ദ്രി പാൽ. ബചേന്ദ്രി പാൽ 1984-ൽ മൗണ്ട് എവറസ്റ്റ് കീഴടക്കി ചരിത്രം സൃഷ്ടിച്ചു. ഇത് നേടുന്ന ആദ്യത്തെ ഇന്ത്യൻ വനിതയായി മാറി. സാഹസിക കായികരംഗത്തെ അവരുടെ സംഭാവനകൾക്ക് 1984-ൽ പത്മശ്രീയും 2019-ൽ പത്മഭൂഷണും ലഭിച്ചു.
മൗണ്ട് എവറസ്റ്റ് 2 തവണ കീഴടക്കിയ ആദ്യത്തെ ഇന്ത്യൻ വനിത ആരായിരുന്നു? സന്തോഷ് യാദവ്. സന്തോഷ് യാദവ് 1992-ലും 1993-ലും മൗണ്ട് എവറസ്റ്റ് കീഴടക്കി ലോകത്തിലെ ഏക വനിതയായി ചരിത്രം സൃഷ്ടിച്ചു. ഈ 2 വിജയങ്ങളും അവരുടെ അസാധാരണമായ കായികക്ഷമതയെയും നിശ്ചയദാർഢ്യത്തെയും അടിവരയിടുന്നു, കൂടാതെ ഇന്ത്യയുടെ പർവ്വതാരോഹണ ചരിത്രത്തിലെ ഒരു സുപ്രധാന വ്യക്തിത്വമായി അവരെ അടയാളപ്പെടുത്തുന്നു. ഭാരതരത്ന ലഭിച്ച ആദ്യ ഇന്ത്യൻ വനിത ആര്? ഇന്ദിരാഗാന്ധി. ഇന്ദിരാഗാന്ധിക്കാണ് 1971-ൽ ഭാരതരത്ന ലഭിച്ചത്. ഇന്ത്യയുടെ പരമോന്നത സിവിലിയൻ ബഹുമതിയായ ഭാരതരത്ന ലഭിക്കുന്ന ആദ്യ വനിതയും ഇന്ത്യയുടെ ഏക വനിതാ പ്രധാനമന്ത്രിയുമായിരുന്നു അവർ. രാജ്യത്തിന്റെ വികസനത്തിൽ അവർ വലിയ പങ്ക് വഹിച്ചു. ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ച ആദ്യ ഇന്ത്യൻ വനിത ആര്? ആശാപൂർണ ദേവി. പ്രമുഖ ബംഗാളി എഴുത്തുകാരിയായ ആശാപൂർണ ദേവിക്ക് 1976-ൽ പ്രഥം പ്രതിശ്രുതി എന്ന കൃതിക്ക് ജ്ഞാനപീഠം ലഭിച്ചു. ഇന്ത്യയിലെ സാഹിത്യരംഗത്തെ പരമോന്നത പുരസ്കാരമാണ് ജ്ഞാനപീഠം. ഇത് സാഹിത്യത്തിന് നൽകിയ വലിയ സംഭാവനകളെ അംഗീകരിക്കുന്ന ഒരു നാഴികക്കല്ലായിരുന്നു. ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ ട്രെയിൻ ഡ്രൈവർ ആര്? സുരേഖ യാദവ്. 1988-ൽ ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ ട്രെയിൻ ഡ്രൈവറായി സുരേഖ യാദവ് ചരിത്രം കുറിച്ചു. മഹാരാഷ്ട്രക്കാരിയായ ഇവർ ലിംഗസമത്വത്തിന്റെയും സ്ത്രീ ശാക്തീകരണത്തിന്റെയും പ്രതീകമായി അറിയപ്പെടുന്നു. മിസ് ഏഷ്യ പസഫിക് കിരീടം നേടിയ ആദ്യ ഇന്ത്യൻ വനിത ആര്? സീനത്ത് അമൻ. 1970-ൽ സീനത്ത് അമൻ മിസ് ഏഷ്യ പസഫിക് കിരീടം നേടി. ഇത് ഒരു അന്താരാഷ്ട്ര സൗന്ദര്യ മത്സരത്തിൽ ഇന്ത്യയുടെ ആദ്യത്തെ പ്രധാന വിജയമായിരുന്നു. പിന്നീട് അവർ ഇന്ത്യൻ സിനിമാരംഗത്തെ പ്രമുഖ നടിയായി മാറി. ബുക്കർ പ്രൈസ്, മാൻ ബുക്കർ പ്രൈസ് നേടിയ ആദ്യ ഇന്ത്യൻ വനിത ആര്? അരുന്ധതി റോയ്. അരുന്ധതി റോയ്ക്ക് 1997-ൽ അവരുടെ ദി ഗോഡ് ഓഫ് സ്മോൾ തിങ്സ് എന്ന നോവലിന് ബുക്കർ പ്രൈസ് ലഭിച്ചു. ഇംഗ്ലീഷ് ഭാഷയിൽ എഴുതപ്പെട്ട മികച്ച നോവലിന് നൽകുന്ന ഈ അന്താരാഷ്ട്ര പുരസ്കാരം നേടിയ ആദ്യത്തെ ഇന്ത്യൻ വനിതയായിരുന്നു അവർ. മികച്ച പാർലമെന്റേറിയനുള്ള അവാർഡ് ലഭിച്ച ആദ്യ ഇന്ത്യൻ വനിത ആര്? സുഷമ സ്വരാജ്. മുൻ കേന്ദ്രമന്ത്രിയും പ്രമുഖ രാഷ്ട്രീയ നേതാവുമായിരുന്ന സുഷമ സ്വരാജിന് 2004-ൽ മികച്ച പാർലമെന്റേറിയനുള്ള അവാർഡ് ലഭിച്ചു. ഈ ബഹുമതി ലഭിക്കുന്ന ആദ്യ വനിതയായിരുന്നു അവർ. പാർലമെന്ററി രംഗത്തെ അവരുടെ സംഭാവനകളെ ഇത് അടയാളപ്പെടുത്തുന്നു. ഹോക്കിയിൽ അർജുന അവാർഡ് ലഭിച്ച ആദ്യ ഇന്ത്യൻ വനിത ആര്? എ. ലംസ്ഡൻ. 1961-ൽ ഹോക്കിയിൽ അർജുന അവാർഡ് ലഭിച്ച ആദ്യ ഇന്ത്യൻ വനിതയാണ് എ. ലംസ്ഡൻ. കായികരംഗത്തെ മികച്ച പ്രകടനങ്ങൾക്കുള്ള ഇന്ത്യയിലെ ഒരു പ്രധാന ദേശീയ ബഹുമതിയാണ് അർജുന അവാർഡ്. കായികരംഗത്തെ സ്ത്രീകളുടെ പങ്കാളിത്തത്തിന് ഇത് ഒരു പ്രോത്സാഹനമായി. ഒളിമ്പിക് മെഡൽ നേടിയ ആദ്യ ഇന്ത്യൻ വനിത ആര്? കർണം മല്ലേശ്വരി. 2000-ൽ ഭാരോദ്വഹനത്തിൽ വെങ്കലം. 2000-ലെ സിഡ്നി ഒളിമ്പിക്സിൽ ഭാരോദ്വഹനത്തിൽ വെങ്കല മെഡൽ നേടിയ കർണം മല്ലേശ്വരിയാണ് ഒളിമ്പിക് മെഡൽ നേടിയ ആദ്യ ഇന്ത്യൻ വനിത. ഇന്ത്യൻ കായിക ചരിത്രത്തിലെ ഒരു സുപ്രധാന നാഴികക്കല്ലായിരുന്നു ഇത്. സ്ത്രീകളുടെ കായിക മേഖലയിലെ കഴിവുകൾക്ക് ഇത് വലിയ പ്രചോദനമായി. അർജുന അവാർഡും രാജീവ് ഗാന്ധി ഖേൽ രത്ന അവാർഡും നേടിയ ആദ്യ ഇന്ത്യൻ വനിത ആര്? എൻ. കുഞ്ഞറാണി ദേവി. ഭാരോദ്വഹന താരമായ എൻ. കുഞ്ഞറാണി ദേവിക്ക് 1990-ൽ അർജുന അവാർഡും 1996-ൽ രാജീവ് ഗാന്ധി ഖേൽ രത്ന അവാർഡും ലഭിച്ചു. ഈ 2 പരമോന്നത കായിക ബഹുമതികളും നേടിയ ആദ്യ ഇന്ത്യൻ വനിതയാണ് അവർ. ഇത് ഇന്ത്യൻ കായികരംഗത്ത് അവരുടെ മികച്ച പ്രകടനത്തെയും സംഭാവനകളെയും അംഗീകരിക്കുന്നു. ആരായിരുന്നു ആദ്യത്തെ ഇന്ത്യൻ വനിതാ മേയർ? താര ചെറിയാൻ, ചെന്നൈ. താര ചെറിയാൻ 1957-ൽ ചെന്നൈയുടെ മേയറായി തിരഞ്ഞെടുക്കപ്പെട്ടു. ഒരു ഇന്ത്യൻ നഗരത്തിന്റെ മേയറാകുന്ന ആദ്യ വനിതയായിരുന്നു അവർ. വിദ്യാഭ്യാസ സാമൂഹിക മേഖലകളിൽ അവർ വലിയ സംഭാവനകൾ നൽകി. ആരായിരുന്നു ആദ്യത്തെ ഇന്ത്യൻ വനിതാ ഓണേഴ്സ് ബിരുദധാരി? കാമിനി റോയ്. കാമിനി റോയ് 1886-ൽ കൽക്കട്ട യൂണിവേഴ്സിറ്റിയിൽ നിന്ന് സംസ്കൃതത്തിൽ ഓണേഴ്സ് ബിരുദം നേടി. ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ ഓണേഴ്സ് ബിരുദധാരിയായി അവർ അറിയപ്പെടുന്നു. പ്രശസ്ത കവയിത്രിയും സാമൂഹിക പരിഷ്കർത്താവുമായിരുന്നു അവർ.
ആരായിരുന്നു ആദ്യത്തെ ഇന്ത്യൻ വനിതാ ബിരുദധാരികൾ? കാദംബിനി ഗാംഗുലി, ചന്ദ്രമുഖി ബസു. കാദംബിനി ഗാംഗുലിയും ചന്ദ്രമുഖി ബസുവും 1883-ൽ കൽക്കട്ട യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ബിരുദം നേടി. ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ ബിരുദധാരികളായി ഇരുവരും അറിയപ്പെടുന്നു. ഇത് വനിതാ വിദ്യാഭ്യാസ ചരിത്രത്തിലെ ഒരു സുപ്രധാന നാഴികക്കല്ലായിരുന്നു. ഇന്ത്യൻ വ്യോമസേനയിൽ ട്രാൻസ്പോർട്ട് വിമാനത്തിൽ ഒറ്റയ്ക്ക് പറത്തിയ ആദ്യത്തെ ഇന്ത്യൻ വനിതാ പൈലറ്റ് ആരായിരുന്നു? ഹരിത കൗർ ഡിയോൾ. 1994-ൽ ട്രാൻസ്പോർട്ട് വിമാനം ഒറ്റയ്ക്ക് പറത്തിയ ആദ്യത്തെ ഇന്ത്യൻ വനിതാ പൈലറ്റാണ് ഹരിത കൗർ ഡിയോൾ. ഇന്ത്യൻ വ്യോമസേനയുടെ ചരിത്രത്തിൽ ഇത് ഒരു സുപ്രധാന നേട്ടമായിരുന്നു. യുവതികൾക്ക് വ്യോമസേനയിൽ ചേരാൻ ഇത് പ്രചോദനമായി. ഇന്ത്യൻ സായുധ സേനയിലെ ആദ്യത്തെ ഇന്ത്യൻ വനിതാ ലഫ്റ്റനന്റ് ജനറൽ ആരായിരുന്നു? പുനിത അറോറ. പുനിത അറോറ ഇന്ത്യൻ സായുധ സേനയിലെ ആദ്യത്തെ വനിതാ ലഫ്റ്റനന്റ് ജനറലും ഇന്ത്യൻ നാവികസേനയിലെ ആദ്യത്തെ വൈസ് അഡ്മിറലുമാണ്. സൈന്യത്തിലെ വനിതകളുടെ ഉന്നമനത്തിന് അവർ മാതൃകയായി. ഇന്ത്യൻ വ്യോമസേനയിലെ ആദ്യത്തെ ഇന്ത്യൻ വനിതാ എയർ വൈസ് മാർഷൽ ആരായിരുന്നു? പി. ബന്ദോപാധ്യായ. 2002-ൽ ഇന്ത്യൻ വ്യോമസേനയിലെ ആദ്യത്തെ വനിതാ എയർ വൈസ് മാർഷലായി പി. ബന്ദോപാധ്യായ നിയമിതയായി. ഇത് ഇന്ത്യൻ പ്രതിരോധ മേഖലയിൽ വനിതകൾക്ക് ലഭിച്ച ഉന്നതമായ ഒരു പദവിയാണ്. ഇന്ത്യൻ എയർലൈൻസിന്റെ ആദ്യത്തെ ഇന്ത്യൻ വനിതാ ചെയർപേഴ്സൺ ആരായിരുന്നു? സുഷമ ചൗള. സുഷമ ചൗള ഇന്ത്യൻ എയർലൈൻസിന്റെ ആദ്യത്തെ വനിതാ ചെയർപേഴ്സണായിരുന്നു. പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ വനിതകൾക്ക് നേതൃത്വ പദവി ലഭിക്കുന്നതിന്റെ ഒരു പ്രധാന ഉദാഹരണമാണിത്. ബഹിരാകാശത്ത് പോയ ആദ്യത്തെ ഇന്ത്യൻ വംശജയായ വനിത ആരായിരുന്നു? കൽപ്പന ചൗള. ഇന്ത്യൻ വംശജയായ കൽപ്പന ചൗള ബഹിരാകാശത്ത് പോയ ആദ്യത്തെ വനിതയാണ്. 1997-ൽ കൊളംബിയ ബഹിരാകാശ പേടകത്തിൽ അവർ യാത്ര ചെയ്തു. 2003-ൽ കൊളംബിയ ദുരന്തത്തിൽ അവർ മരിച്ചു. ലോകമെമ്പാടുമുള്ള സ്ത്രീകളെ പ്രചോദിപ്പിച്ച ഒരു വ്യക്തിത്വമായിരുന്നു അവർ. ഓസ്കാർ അവാർഡ് നേടിയ ആദ്യത്തെ ഇന്ത്യൻ വനിത ആരായിരുന്നു? ഭാനു അത്തയ. 1982-ൽ ഗാന്ധി എന്ന സിനിമയിലെ വസ്ത്രാലങ്കാരത്തിന് ഭാനു അത്തയ ഓസ്കാർ പുരസ്കാരം നേടി. ഒരു ഇന്ത്യൻ വനിതയ്ക്ക് ലഭിച്ച ആദ്യത്തെ ഓസ്കാർ ആണിത്. ഇത് ഇന്ത്യൻ കലാമേഖലയ്ക്ക് വലിയ അംഗീകാരമായിരുന്നു. ഏഷ്യൻ ഗെയിംസിൽ വ്യക്തിഗത സ്വർണ്ണ മെഡൽ നേടിയ ആദ്യത്തെ ഇന്ത്യൻ വനിത ആരായിരുന്നു? കമൽജീത് സന്ധു. 1970-ലെ ബാങ്കോക്ക് ഏഷ്യൻ ഗെയിംസിൽ 400 മീറ്റർ ഓട്ടത്തിൽ സ്വർണ്ണ മെഡൽ നേടിയ കമൽജീത് സന്ധു ഏഷ്യൻ ഗെയിംസിൽ വ്യക്തിഗത സ്വർണം നേടുന്ന ആദ്യത്തെ ഇന്ത്യൻ വനിതയായി. ഇന്ത്യൻ കായിക ചരിത്രത്തിലെ ഒരു സുപ്രധാന നേട്ടമായിരുന്നു ഇത്. ദക്ഷിണധ്രുവത്തിലെത്തിയ ആദ്യത്തെ ഇന്ത്യൻ വനിത ആര്? റീന കൗശൽ ധർമ്മശെട്ടു. 2009-ൽ ദക്ഷിണധ്രുവത്തിലേക്ക് സ്കീയിംഗ് നടത്തിയ ആദ്യത്തെ ഇന്ത്യൻ വനിതയാണ് റീന കൗശൽ ധർമ്മശെട്ടു. 6 വനിതകളടങ്ങുന്ന കോമൺവെൽത്ത് ടീമിന്റെ ഭാഗമായിട്ടാണ് അവർ ഈ നേട്ടം കൈവരിച്ചത്. സാഹസിക മേഖലയിലെ ഒരു പ്രധാനപ്പെട്ട നാഴികക്കല്ലാണിത്. 7 പ്രധാന കടലുകൾ, സമുദ്രങ്ങൾ നീന്തിക്കടന്ന ആദ്യത്തെ ഇന്ത്യൻ വനിത ആര്? ബുല ചൗധരി. ലോകത്തിലെ 7 പ്രധാന കടലുകളും നീന്തിക്കടന്ന ആദ്യത്തെ വനിതയാണ് ബുല ചൗധരി. ഒരു പ്രൊഫഷണൽ നീന്തൽ താരമായ ഇവർ ഈ നേട്ടം കൈവരിച്ച ലോകത്തിലെ ആദ്യത്തെ വനിതകളിൽ ഒരാളാണ്. സാഹസികമായ കായിക നേട്ടങ്ങളിൽ ഇത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. ഗോപി മരുഭൂമി താണ്ടിയ ആദ്യത്തെ ഇന്ത്യൻ വനിത ആര്? സുചേത കഡേദങ്ക. ഗോപി മരുഭൂമി സൈക്കിളിൽ താണ്ടിയ ആദ്യത്തെ ഇന്ത്യൻ വനിതയാണ് സുചേത കഡേദങ്ക. ഈ നേട്ടം സാഹസിക വിനോദങ്ങളിൽ ഒരു സുപ്രധാനമായ ഒന്നായി കണക്കാക്കപ്പെടുന്നു. രാജ്യസഭയുടെ ആദ്യത്തെ ഇന്ത്യൻ വനിതാ സെക്രട്ടറി ജനറൽ ആര്? വി.എസ്. രമാദേവി. രാജ്യസഭയുടെ ആദ്യത്തെ വനിതാ സെക്രട്ടറി ജനറൽ ആയിരുന്നു വി.എസ്. രമാദേവി. 1993 മുതൽ 1997 വരെയാണ് അവർ ഈ പദവി വഹിച്ചത്. ഇന്ത്യയുടെ ആദ്യത്തെ വനിതാ മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണറും കൂടിയായിരുന്നു അവർ. രാജ്യസഭയിലേക്ക് നാമനിർദ്ദേശം ചെയ്യപ്പെട്ട ആദ്യത്തെ ഇന്ത്യൻ വനിതാ ചലച്ചിത്ര നടി ആര്? നർഗിസ് ദത്ത്. പ്രശസ്ത ചലച്ചിത്ര നടിയായിരുന്ന നർഗിസ് ദത്ത് രാജ്യസഭയിലേക്ക് നാമനിർദ്ദേശം ചെയ്യപ്പെട്ട ആദ്യത്തെ ഇന്ത്യൻ വനിതയാണ്.
1980-ൽ അവർ രാജ്യസഭാംഗമായി തിരഞ്ഞെടുക്കപ്പെട്ടു. കലാ സാംസ്കാരിക മേഖലയിലെ വ്യക്തികൾക്ക് ഇന്ത്യൻ പാർലമെന്റിൽ പ്രാതിനിധ്യം നൽകുന്നതിന്റെ ഉദാഹരണമാണിത്. സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ച ആദ്യത്തെ ഇന്ത്യൻ വനിത ആര്? അമൃത പ്രീതം. സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ച ആദ്യത്തെ ഇന്ത്യൻ വനിതയാണ് അമൃത പ്രീതം. 1956-ൽ അവരുടെ സുനേഹഡേ എന്ന കവിതാസമാഹാരത്തിനാണ് ഈ പുരസ്കാരം ലഭിച്ചത്. ഇന്ത്യൻ സാഹിത്യത്തിലെ ഒരു പ്രധാനപ്പെട്ട വ്യക്തിത്വമാണ് അവർ. അന്റാർട്ടിക്കയിലെത്തിയ ആദ്യത്തെ ഇന്ത്യൻ വനിത ആര്? മെഹർ മൂസ്. 1977-ൽ അന്റാർട്ടിക്ക സന്ദർശിച്ച ആദ്യത്തെ ഇന്ത്യൻ വനിതയാണ് മെഹർ മൂസ്. ഈ നേട്ടം ധ്രുവ പര്യവേഷണങ്ങളുടെ ചരിത്രത്തിലെ ഒരു പ്രധാന അധ്യായമാണ്. ഒളിമ്പിക്സ് ഗെയിംസിൽ പങ്കെടുത്ത ആദ്യത്തെ ഇന്ത്യൻ വനിത ആര്? മേരി ലീല റാവു. 1956-ലെ മെൽബൺ ഒളിമ്പിക്സിൽ പങ്കെടുത്ത മേരി ലീല റാവുവാണ് ഒളിമ്പിക്സ് ഗെയിംസിൽ പങ്കെടുത്ത ആദ്യത്തെ ഇന്ത്യൻ വനിത. ഇന്ത്യൻ കായിക ചരിത്രത്തിലെ ഒരു സുപ്രധാന നാഴികക്കല്ലാണിത്. ദാദാസാഹിബ് ഫാൽക്കെ അവാർഡ് ലഭിച്ച ആദ്യത്തെ ഇന്ത്യൻ വനിതാ നടി ആര്? ദേവിക റാണി റോറിക്ക്. ഇന്ത്യൻ സിനിമയുടെ പരമോന്നത ബഹുമതിയായ ദാദാസാഹിബ് ഫാൽക്കെ അവാർഡ് നേടിയ ആദ്യത്തെ വ്യക്തിയും വനിതയും ദേവിക റാണിയാണ്. 1969-ലാണ് അവർക്ക് ഈ പുരസ്കാരം ലഭിച്ചത്. ഇന്ത്യൻ സിനിമയുടെ വളർച്ചയിൽ അവരുടെ സംഭാവനകൾ നിർണായകമാണ്. ദേശീയ വനിതാ കമ്മീഷന്റെ NCW ആദ്യത്തെ അധ്യക്ഷ ആര്? ജയന്തി പട്നായിക്. ദേശീയ വനിതാ കമ്മീഷൻ NCW സ്ഥാപിതമായപ്പോൾ അതിന്റെ ആദ്യ അധ്യക്ഷയായി സേവനമനുഷ്ഠിച്ചത് ജയന്തി പട്നായിക് ആണ്. 1992-ൽ സ്ഥാപിതമായ ഈ കമ്മീഷൻ ഇന്ത്യയിലെ വനിതകളുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിനും ഉന്നമനത്തിനും വേണ്ടി പ്രവർത്തിക്കുന്നു. ദൂരദർശനിലെ ആദ്യത്തെ ഇന്ത്യൻ വനിതാ വാർത്താ അവതാരക ആരായിരുന്നു? പ്രതിമ പുരി. ദൂരദർശനിലെ ആദ്യത്തെ ഇന്ത്യൻ വനിതാ വാർത്താ അവതാരകയാണ് പ്രതിമ പുരി. 1965-ൽ ദൂരദർശൻ ടെലിവിഷൻ സംപ്രേക്ഷണം ആരംഭിച്ചപ്പോൾ അവർ വാർത്താ അവതരണത്തിന് നേതൃത്വം നൽകി. ഇന്ത്യൻ പ്രക്ഷേപണ ചരിത്രത്തിലെ ഒരു പ്രധാന വ്യക്തിത്വമാണിവർ. ബാഡ്മിന്റണിൽ ഒളിമ്പിക്സ് വെള്ളി മെഡൽ നേടിയ ആദ്യ ഇന്ത്യൻ വനിത ആരാണ്? PV സിന്ധു. 2016 റിയോ ഒളിമ്പിക്സിൽ ബാഡ്മിന്റണിൽ വെള്ളി മെഡൽ നേടിയാണ് PV സിന്ധു ഈ നേട്ടം കൈവരിച്ചത്. ഒളിമ്പിക്സ് വെള്ളി മെഡൽ നേടുന്ന ആദ്യ ഇന്ത്യൻ വനിതാ കായികതാരമാണ് അവർ. ബാഡ്മിന്റണിൽ ഒളിമ്പിക്സ് വെങ്കല മെഡൽ നേടിയ ആദ്യ ഇന്ത്യൻ വനിത ആരാണ്? സൈന നെഹ്വാൾ. 2012 ലണ്ടൻ ഒളിമ്പിക്സിൽ ബാഡ്മിന്റണിൽ വെങ്കല മെഡൽ നേടിയാണ് സൈന നെഹ്വാൾ ഈ ചരിത്രപരമായ നേട്ടം സ്വന്തമാക്കിയത്. ഒളിമ്പിക് മെഡൽ നേടുന്ന ആദ്യ ഇന്ത്യൻ ബാഡ്മിന്റൺ താരമാണ് സൈന. ഗുസ്തിയിൽ ഒളിമ്പിക്സ് മെഡൽ നേടിയ ആദ്യ ഇന്ത്യൻ വനിത ആരാണ്? സാക്ഷി മാലിക്. വെങ്കല മെഡൽ 2016. 2016 റിയോ ഒളിമ്പിക്സിൽ വനിതകളുടെ 58 കിലോ ഫ്രീസ്റ്റൈൽ ഗുസ്തിയിൽ വെങ്കല മെഡൽ നേടിയാണ് സാക്ഷി മാലിക് ഈ നേട്ടം കൈവരിച്ചത്. ഒളിമ്പിക്സിൽ മെഡൽ നേടുന്ന ആദ്യ ഇന്ത്യൻ വനിതാ ഗുസ്തി താരമാണ് അവർ. ആദ്യത്തെ ഇന്ത്യൻ വനിതാ വിദേശകാര്യ സെക്രട്ടറി ആരായിരുന്നു? ചോക്കില അയ്യർ. 2001-ൽ ഇന്ത്യയുടെ വിദേശകാര്യ സെക്രട്ടറിയായി ചുമതലയേറ്റ ചോക്കില അയ്യരാണ് ഈ പദവിയിലെത്തുന്ന ആദ്യത്തെ ഇന്ത്യൻ വനിത. ഇന്ത്യൻ സിവിൽ സർവീസിലെ പ്രധാനപ്പെട്ട ഒരു ഭരണപരമായ നേട്ടമാണിത്. ഒളിമ്പിക്സിന് യോഗ്യത നേടിയ ആദ്യ ഇന്ത്യൻ വനിതാ ജിംനാസ്റ്റ് ആരാണ്? ദീപ കർമാക്കർ. 2016 റിയോ ഒളിമ്പിക്സിൽ പങ്കെടുത്തുകൊണ്ടാണ് ദീപ കർമാക്കർ ഈ ചരിത്രപരമായ നേട്ടം സ്വന്തമാക്കിയത്. ഒളിമ്പിക്സിൽ പങ്കെടുത്ത ആദ്യ ഇന്ത്യൻ വനിതാ ജിംനാസ്റ്റാണ് ഇവർ. ഇന്റർനാഷണൽ ഒളിമ്പിക് കമ്മിറ്റി IOC അംഗമായ ആദ്യ ഇന്ത്യൻ വനിത ആരാണ്? നിത അംബാനി. 2016-ൽ ഇന്റർനാഷണൽ ഒളിമ്പിക് കമ്മിറ്റിയിൽ അംഗമായ ആദ്യ ഇന്ത്യൻ വനിതയാണ് നിത അംബാനി. കായികരംഗത്തെ അന്താരാഷ്ട്ര തലത്തിലുള്ള ഇന്ത്യൻ പ്രാതിനിധ്യത്തിലെ ഒരു പ്രധാന നാഴികക്കല്ലാണിത്. ഇന്ത്യയുടെ ആദ്യത്തെ ഗവർണർ ജനറൽ ആരായിരുന്നു? വില്യം ബെന്റിംഗ് പ്രഭു. 1833-ലെ ചാർട്ടർ ആക്ട് പ്രകാരം ബംഗാളിന്റെ ഗവർണർ ജനറലായിരുന്ന വില്യം ബെന്റിംഗിനെ ഇന്ത്യയുടെ ആദ്യത്തെ ഗവർണർ ജനറലായി നിയമിച്ചു.
സാമൂഹിക പരിഷ്കരണങ്ങൾക്ക് പേരുകേട്ട ഭരണാധികാരിയായിരുന്നു അദ്ദേഹം. ഇന്ത്യയുടെ ആദ്യത്തെ വൈസ്രോയി ആരായിരുന്നു? കാനിംഗ് പ്രഭു. 1858 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് പ്രകാരം കാനിംഗ് പ്രഭു ഇന്ത്യയുടെ ആദ്യത്തെ വൈസ്രോയിയായി ചുമതലയേറ്റു. 1857 ശിപ്പായി ലഹള നടന്ന സമയത്ത് അദ്ദേഹം ഗവർണർ ജനറലായിരുന്നു. ഇന്ത്യയുടെ അവസാനത്തെ വൈസ്രോയി ആരായിരുന്നു? മൗണ്ട് ബാറ്റൺ പ്രഭു. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കുന്ന സമയത്ത് 1947 ഇന്ത്യയുടെ വൈസ്രോയിയായിരുന്നത് മൗണ്ട് ബാറ്റൺ പ്രഭുവാണ്. ഇന്ത്യയുടെ വിഭജനത്തിലും അധികാര കൈമാറ്റത്തിലും അദ്ദേഹത്തിന് ഒരു പ്രധാന പങ്കുണ്ടായിരുന്നു. സ്വതന്ത്ര ഇന്ത്യയുടെ ഡൊമിനിയൻ ഓഫ് ഇന്ത്യയുടെ ആദ്യ ഗവർണർ ജനറൽ ആരായിരുന്നു? മൗണ്ട് ബാറ്റൺ പ്രഭു. മൗണ്ട് ബാറ്റൺ പ്രഭു ബ്രിട്ടീഷ് ഇന്ത്യയുടെ അവസാനത്തെ വൈസ്രോയിയും 1947 ഓഗസ്റ്റ് മുതൽ 1948 ജൂൺ വരെ സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യ ഗവർണർ ജനറലുമായിരുന്നു. ഇന്ത്യയുടെ സ്വാതന്ത്ര്യാനന്തര ഭരണത്തിലെ ഒരു പ്രധാന പരിവർത്തന ഘട്ടമായിരുന്നു ഇത്. സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യത്തെയും അവസാനത്തെയും ഇന്ത്യൻ ഗവർണർ ജനറൽ ആരായിരുന്നു? സിസ്റ്റർ രാജഗോപാലാചാരി. രാജാജി എന്നറിയപ്പെടുന്ന സിസ്റ്റർ രാജഗോപാലാചാരി 1948 മുതൽ 1950 വരെ ഇന്ത്യയുടെ ഗവർണർ ജനറലായി സേവനമനുഷ്ഠിച്ചു. മൗണ്ട് ബാറ്റൺ പ്രഭുവിന് ശേഷം ഈ പദവി വഹിച്ച ഏക ഇന്ത്യക്കാരനായിരുന്നു അദ്ദേഹം. 1950 ഇന്ത്യ ഒരു റിപ്പബ്ലിക് ആകുന്നതുവരെ ഈ പദവിയിൽ തുടർന്നു. ഇന്ത്യയുടെ ആദ്യത്തെ രാഷ്ട്രപതി ആരായിരുന്നു? ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് 1950 മുതൽ 1962 വരെ ഇന്ത്യയുടെ ആദ്യത്തെ രാഷ്ട്രപതിയായി സേവനമനുഷ്ഠിച്ചു. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിലെ ഒരു പ്രമുഖ നേതാവായിരുന്ന അദ്ദേഹം ഇന്ത്യൻ ഭരണഘടനയുടെ കരട് തയ്യാറാക്കിയ ഭരണഘടനാ അസംബ്ലിയുടെ അധ്യക്ഷനായിരുന്നു. ഇന്ത്യയുടെ ആദ്യത്തെ മുസ്ലിം രാഷ്ട്രപതി ആരായിരുന്നു? ഡോക്ടർ സാക്കിർ ഹുസൈൻ. ഡോക്ടർ സാക്കിർ ഹുസൈൻ 1967 മുതൽ 1969 മരിക്കുന്നതുവരെ ഇന്ത്യയുടെ മൂന്നാമത്തെ രാഷ്ട്രപതിയായി സേവനമനുഷ്ഠിച്ചു. ഈ പദവി വഹിക്കുന്ന ആദ്യത്തെ മുസ്ലിം വ്യക്തിയായിരുന്നു അദ്ദേഹം. പ്രശസ്തനായ ഒരു വിദ്യാഭ്യാസ വിദഗ്ധനായിരുന്ന അദ്ദേഹം രാഷ്ട്രപതിയാകുന്നതിനു മുമ്പ് ബീഹാർ ഗവർണറായും സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. ഇന്ത്യയുടെ ആദ്യത്തെ ഉപരാഷ്ട്രപതി ആരായിരുന്നു? ഡോക്ടർ സർവേപ്പള്ളി രാധാകൃഷ്ണൻ. ഡോക്ടർ സർവേപ്പള്ളി രാധാകൃഷ്ണൻ 1952 മുതൽ 1962 വരെ 2 തവണ ഇന്ത്യയുടെ ആദ്യത്തെ ഉപരാഷ്ട്രപതിയായി സേവനമനുഷ്ഠിച്ചു. ഒരു പ്രമുഖ തത്വചിന്തകനും രാഷ്ട്രതന്ത്രജ്ഞനുമായിരുന്ന അദ്ദേഹം പിന്നീട് ഇന്ത്യയുടെ രണ്ടാമത്തെ രാഷ്ട്രപതിയായി. അദ്ദേഹത്തിന്റെ ജന്മദിനമായ സെപ്റ്റംബർ 5 ഇന്ത്യയിൽ അധ്യാപക ദിനമായി ആഘോഷിക്കുന്നു. ഇന്ത്യയുടെ ആദ്യത്തെ പ്രധാനമന്ത്രി ആരായിരുന്നു? പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു. പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു 1947 മുതൽ 1964 മരിക്കുന്നതുവരെ ഇന്ത്യയുടെ ആദ്യത്തെ പ്രധാനമന്ത്രിയായി സേവനമനുഷ്ഠിച്ചു. സ്വാതന്ത്ര്യാനന്തര കാലഘട്ടത്തിൽ ഇന്ത്യയുടെ വിദേശനയവും സാമ്പത്തിക വികസനവും രൂപീകരിക്കുന്നതിൽ അദ്ദേഹം ഒരു പ്രധാന പങ്ക് വഹിച്ചു. ഇന്ത്യയുടെ ആദ്യത്തെ ഉപപ്രധാനമന്ത്രിയും ആഭ്യന്തരമന്ത്രിയും ആരായിരുന്നു? സർദാർ വല്ലഭായ് പട്ടേൽ. സർദാർ വല്ലഭായ് പട്ടേൽ 1947 മുതൽ 1950 വരെ ഇന്ത്യയുടെ ആദ്യത്തെ ഉപപ്രധാനമന്ത്രിയും ആഭ്യന്തരമന്ത്രിയുമായി സേവനമനുഷ്ഠിച്ചു. 500-ലധികം നാട്ടുരാജ്യങ്ങളെ ഇന്ത്യൻ യൂണിയനിൽ ലയിപ്പിക്കുന്നതിൽ അദ്ദേഹം വഹിച്ച നിർണായക പങ്കിന് അദ്ദേഹം പരക്കെ അംഗീകരിക്കപ്പെടുന്നു. ഇത് അദ്ദേഹത്തിന് ഇന്ത്യയുടെ ഉരുക്കുമനുഷ്യൻ എന്ന വിശേഷണം നേടിക്കൊടുത്തു. ഇന്ത്യൻ ഭരണഘടനയുടെ അനുച്ഛേദം 75(3) അനുസരിച്ച് മന്ത്രിമാരുടെ കൗൺസിൽ കൂട്ടായി ആരുടെ മുന്നിൽ ഉത്തരവാദപ്പെട്ടതാണ്? ലോക്സഭ, ജനങ്ങളുടെ സഭ. ഇന്ത്യൻ പാർലമെന്ററി ജനാധിപത്യത്തിന്റെ പ്രധാന സവിശേഷതകളിലൊന്നാണ് കൂട്ടായ ഉത്തരവാദിത്തം, കലക്ടീവ് റെസ്പോൺസിബിലിറ്റി. അനുച്ഛേദം 75(3) പ്രകാരം മന്ത്രിമാരുടെ കൗൺസിൽ ലോക്സഭയോട് കൂട്ടായി ഉത്തരവാദപ്പെട്ടതാണ്. അതായത് ഒരു മന്ത്രിയുടെ തീരുമാനത്തിന്റെയോ പ്രവൃത്തിയുടെയോ ഉത്തരവാദിത്തം മുഴുവൻ മന്ത്രിസഭയ്ക്കുമുണ്ട്. ഇന്ത്യ സ്വീകരിച്ച നിയമനിർമ്മാണ വ്യവസ്ഥയെ എന്തു പേരിലാണ് വിളിക്കുന്നത്? ഇത് പലപ്പോഴും വെസ്റ്റ്മിൻസ്റ്റർ മോഡൽ എന്നറിയപ്പെടുന്നു. പാർലമെന്ററി ഭരണസംവിധാനം, പാർലമെന്ററി ജനാധിപത്യം.
ഇന്ത്യ സ്വീകരിച്ച പാർലമെന്ററി ഭരണസംവിധാനം ബ്രിട്ടനിൽ നിന്നുള്ള വെസ്റ്റ്മിൻസ്റ്റർ മോഡലിനെ അടിസ്ഥാനമാക്കിയുള്ളതാണ്. ഈ സംവിധാനത്തിൽ എക്സിക്യൂട്ടീവ് ലെജിസ്ലേച്ചറിനോട് ഉത്തരവാദിത്തപ്പെട്ടിരിക്കുന്നു. രാഷ്ട്രത്തലവൻ നാമമാത്രനും സർക്കാർ തലവൻ യഥാർത്ഥ ഭരണാധികാരിയുമാണ്. ആഫ്രിക്കയിലെ ആദ്യത്തെ തിരഞ്ഞെടുക്കപ്പെട്ട വനിതാ രാഷ്ട്രത്തലവനും അവർ ഏത് രാജ്യത്താണ് സേവനമനുഷ്ഠിച്ചതും? എല്ലൻ ജോൺസൺ സർലീഫ്, ലൈബീരിയൻ പ്രസിഡന്റ്. എല്ലൻ ജോൺസൺ സർലീഫ് 2006-ൽ ലൈബീരിയയുടെ പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ടു. ആഫ്രിക്കൻ ഭൂഖണ്ഡത്തിലെ ഒരു രാജ്യത്തിന്റെ ആദ്യത്തെ തിരഞ്ഞെടുക്കപ്പെട്ട വനിതാ രാഷ്ട്രത്തലവനായി അവർ ചരിത്രത്തിൽ ഇടം നേടി. സമാധാന സ്ഥാപനത്തിനും സ്ത്രീകളുടെ അവകാശങ്ങൾക്കും വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾക്ക് 2011-ൽ അവർക്ക് നോബൽ സമ്മാനം ലഭിച്ചു. സദ്ദാം ഹുസൈനെ തൂക്കിലേറ്റിയത് ഏതു വർഷമാണ്? 2006 CE. ഇറാഖി മുൻ പ്രസിഡന്റ് സദ്ദാം ഹുസൈനെ 2006 ഡിസംബർ 30-ന് തൂക്കിലേറ്റി. 1982-ലെ ദൂജയിൽ കൂട്ടക്കൊലയുമായി ബന്ധപ്പെട്ട് കുറ്റക്കാരനാണെന്ന് കണ്ടെത്തിയതിനെ തുടർന്നായിരുന്നു ഈ വിധി. അദ്ദേഹത്തിന്റെ വധം ലോകമെമ്പാടും വലിയ ചർച്ചകൾക്കും പ്രതികരണങ്ങൾക്കും വഴിയൊരുക്കി. 2008 CE-ൽ സംഭവിച്ച പ്രധാന ആഗോള സാമ്പത്തിക പ്രതിസന്ധി എന്തായിരുന്നു? ലോകമെമ്പാടുമുള്ള സ്റ്റോക്ക് മാർക്കറ്റുകൾ തകരുകയും ഒരു വലിയ സാമ്പത്തിക പ്രതിസന്ധിക്ക് ഇത് തുടക്കം കുറിക്കുകയും ചെയ്തു. 2008-ലെ ആഗോള സാമ്പത്തിക പ്രതിസന്ധി ഗ്രേറ്റ് റിസഷൻ എന്നും അറിയപ്പെടുന്നു. ഭവനവായ്പ വിപണിയിലെ തകർച്ചയും സാമ്പത്തിക സ്ഥാപനങ്ങളുടെ പാപ്പരത്വവുമാണ് ഇതിന് പ്രധാന കാരണം. ഈ പ്രതിസന്ധി ആഗോള സമ്പദ്വ്യവസ്ഥയെ സാരമായി ബാധിക്കുകയും നിരവധി രാജ്യങ്ങൾക്ക് കടുത്ത സാമ്പത്തിക മാന്ദ്യം സമ്മാനിക്കുകയും ചെയ്തു. നേപ്പാളിൽ രാജഭരണം അവസാനിപ്പിച്ചത് ഏതു വർഷമാണ്? 2008 CE. നേപ്പാളിൽ 2008 മെയ് 28-നാണ് 240 വർഷം നീണ്ട രാജഭരണം അവസാനിപ്പിച്ച് ഒരു റിപ്പബ്ലിക്കായി പ്രഖ്യാപിച്ചത്. ദീർഘകാലം നീണ്ട മാവോയിസ്റ്റ് കലാപവും ജനാധിപത്യ പ്രക്ഷോഭങ്ങളും ഇതിനു വഴിയൊരുക്കി. ഈ മാറ്റം നേപ്പാളിന്റെ രാഷ്ട്രീയ ചരിത്രത്തിലെ ഒരു സുപ്രധാന നാഴികക്കല്ലായിരുന്നു. ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ കെട്ടിടമായ ബുർജ് ഖലീഫയുടെ നിർമ്മാണം പൂർത്തിയായത് ഏതു വർഷമാണ്? 2009 CE. ദുബായിൽ സ്ഥിതി ചെയ്യുന്ന ബുർജ് ഖലീഫയുടെ നിർമ്മാണം 2009-ൽ പൂർത്തിയാക്കുകയും 2010-ൽ ഔദ്യോഗികമായി തുറക്കുകയും ചെയ്തു. 828 മീറ്റർ 2717 അടി ഉയരമുള്ള ഈ കെട്ടിടം ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ മനുഷ്യനിർമ്മിത നിർമ്മിതിയാണ്. ആധുനിക എഞ്ചിനീയറിംഗിന്റെയും വാസ്തുവിദ്യയുടെയും ഒരു അത്ഭുതമാണിത്. US ചരിത്രത്തിലെ ഏറ്റവും വലിയ എണ്ണച്ചോർച്ച ഏതു വർഷവും എവിടെയുമാണ് സംഭവിച്ചത്? 2010 മെക്സിക്കോ ഉൾക്കടലിൽ. 2010 ഏപ്രിൽ 20-ന് മെക്സിക്കോ ഉൾക്കടലിലെ ഡീപ്പ് വാട്ടർ ഹൊറൈസൺ ഓയിൽ റിഗ്ഗിൽ ഉണ്ടായ സ്ഫോടനമാണ് ഈ ദുരന്തത്തിന് കാരണം. ചരിത്രത്തിലെ ഏറ്റവും വലിയ സമുദ്ര എണ്ണ ചോർച്ചകളിൽ ഒന്നാണിത്. ഈ ചോർച്ച ഗൾഫ് ഓഫ് മെക്സിക്കോയിലെ സമുദ്രജീവികൾക്കും പരിസ്ഥിതിക്കും കനത്ത നാശനഷ്ടമുണ്ടാക്കി. 2011 CE-ൽ മരണമടഞ്ഞ പ്രമുഖ അന്താരാഷ്ട്ര വ്യക്തിത്വങ്ങൾ ആരെല്ലാം? ഒസാമ ബിൻ ലാദൻ, മുഅമ്മർ ഗദ്ദാഫി, കിം ജോങ് ഇൽ. 2011-ൽ മരണമടഞ്ഞ ഈ മൂന്ന് വ്യക്തിത്വങ്ങളും ആഗോള രാഷ്ട്രീയത്തിൽ വലിയ സ്വാധീനം ചെലുത്തിയിരുന്നു. അൽ ഖ്വായ്ദ സ്ഥാപകനായ ഒസാമ ബിൻ ലാദനെ അമേരിക്കൻ സൈന്യം വധിച്ചു. ലിബിയൻ നേതാവ് മുഅമ്മർ ഗദ്ദാഫി ലിബിയൻ ആഭ്യന്തരയുദ്ധത്തിൽ കൊല്ലപ്പെട്ടു. ഉത്തര കൊറിയൻ പരമോന്നത നേതാവ് കിം ജോങ് ഇൽ ഹൃദയാഘാതം മൂലം മരണമടഞ്ഞു. ഇറാഖ് യുദ്ധം ഔദ്യോഗികമായി അവസാനിച്ച വർഷം ഏതാണ്? 2011 CE. ഇറാഖ് യുദ്ധം 2003-ൽ അമേരിക്കയുടെ നേതൃത്വത്തിലുള്ള സഖ്യസേനയുടെ ഇറാഖ് അധിനിവേശത്തോടെയാണ് ആരംഭിച്ചത്. ഇത് സദ്ദാം ഹുസൈന്റെ ഭരണത്തിന് അന്ത്യം കുറിച്ചു. 2011-ൽ US സൈന്യം പൂർണ്ണമായി പിൻവാങ്ങിയതോടെയാണ് യുദ്ധം ഔദ്യോഗികമായി അവസാനിച്ചത്. 2013 CE-ൽ അന്തരിച്ച മൂന്ന് പ്രമുഖ അന്താരാഷ്ട്ര നേതാക്കൾ ആരെല്ലാം? ഹ്യൂഗോ ഷാവേസ്, നെൽസൺ മണ്ടേല, മാർഗരറ്റ് താച്ചർ. 2013-ൽ അന്തരിച്ച ഈ മൂന്ന് നേതാക്കളും ലോക രാഷ്ട്രീയത്തിൽ വലിയ സ്വാധീനം ചെലുത്തിയിരുന്നു. ദക്ഷിണാഫ്രിക്കയിലെ വർണ്ണവിവേചനത്തിനെതിരെ പോരാടിയ നെൽസൺ മണ്ടേലയെയും ബ്രിട്ടന്റെ മുൻ പ്രധാനമന്ത്രി മാർഗരറ്റ് താച്ചറെയും വെനിസ്വേലയുടെ മുൻ പ്രസിഡന്റ് ഹ്യൂഗോ ഷാവേസിനെയും ചരിത്രം ഓർക്കുന്നു. അമേരിക്കയും ക്യൂബയും നയതന്ത്രബന്ധം പുനരാരംഭിച്ച വർഷം ഏതാണ്? 2015 CE.
പതിറ്റാണ്ടുകളോളം ശീതയുദ്ധകാലത്തെ കടുത്ത ശത്രുതയ്ക്ക് ശേഷം 2014-ൽ പ്രസിഡന്റുമാരായ ബരാക്ക് ഒബാമയും റൗൾ കാസ്ട്രോയും ചരിത്രപരമായ ഒരു പ്രഖ്യാപനം നടത്തി. ഇതിനെ തുടർന്ന് 2015-ൽ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള നയതന്ത്രബന്ധം ഔദ്യോഗികമായി പുനരാരംഭിച്ചു. ഇത് അമേരിക്കൻ നയതന്ത്രത്തിലെ ഒരു പ്രധാന വഴിത്തിരിവായിരുന്നു. ചൈനയിലെ ഷാങ് രാജവംശത്തിന്റെ തുടക്കത്തിന് കാരണമായ യുദ്ധം ഏതാണ്? പ്രധാന പോരാളികൾ ആരായിരുന്നു? മിങ്ഡിയാവോ യുദ്ധം. ഷാങ്ങിലെ താങ് സിയായിലെ ജിയെ തോൽപ്പിച്ചു. BC 1600-ൽ നടന്ന മിങ്ഡിയാവോ യുദ്ധത്തിൽ ഷാങ് രാജവംശ സ്ഥാപകനായ താങ് സിയ രാജവംശത്തിലെ അവസാന ചക്രവർത്തിയായ ജിയെ പരാജയപ്പെടുത്തി. ഇത് സിയ രാജവംശത്തിന്റെ പതനത്തിനും ചൈനയിൽ ഷാങ് രാജവംശം സ്ഥാപിക്കുന്നതിനും വഴിയൊരുക്കി. ഈ യുദ്ധം ചൈനീസ് ചരിത്രത്തിലെ ഒരു പ്രധാന വഴിത്തിരിവായി കണക്കാക്കപ്പെടുന്നു. പഞ്ചാബ് മേഖലയിൽ നടന്ന ഏത് പുരാതന ഇന്ത്യൻ യുദ്ധത്തിലാണ് സുദാസ് രാജാവ് 10 രാജാക്കന്മാരുടെ ഒരു സഖ്യത്തെ പരാജയപ്പെടുത്തിയത്? ദശരാജ യുദ്ധം. 10 രാജാക്കന്മാരുടെ യുദ്ധം. ഋഗ്വേദത്തിൽ പരാമർശിച്ചിരിക്കുന്ന ദശരാജ യുദ്ധം പുരാതന ഭാരതത്തിലെ ഒരു പ്രധാന സംഭവമാണ്. വരദഗോത്രത്തിലെ രാജാവായ സുദാസ് 10 ഗോത്രങ്ങളുടെ ഒരു സഖ്യത്തെ രാവി നദിയുടെ തീരത്തുവെച്ച് പരാജയപ്പെടുത്തി. ഈ യുദ്ധം പുരാതന ആര്യൻ ജനതയുടെ രാഷ്ട്രീയ അധികാരത്തിലെ മാറ്റങ്ങളെ സൂചിപ്പിക്കുന്നു. ട്രോയിയുടെ പതനത്തിലേക്ക് നയിച്ച പ്രധാന സംഘർഷം ഏതായിരുന്നു? അതിന്റെ അന്ത്യം പലപ്പോഴും ഏതു വർഷത്തിലാണ് രേഖപ്പെടുത്തുന്നത്? ട്രോജൻ യുദ്ധം. ട്രോയിയുടെ പതനം 1184 BCEയിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. ഹോമറിന്റെ ഇലിയഡ് എന്ന ഇതിഹാസ കാവ്യത്തിൽ വിവരിക്കുന്ന ട്രോജൻ യുദ്ധം ഗ്രീക്ക് ഐതിഹ്യങ്ങളിലെ ഒരു പ്രധാന സംഭവമാണ്. ഹെലനെ തട്ടിക്കൊണ്ടുപോയതിനെ തുടർന്ന് അക്കിയൻ സൈന്യം ട്രോയ് നഗരം ഉപരോധിക്കുകയും ഒടുവിൽ ട്രോജൻ കുതിരയുടെ സഹായത്തോടെ നഗരം പിടിച്ചടക്കുകയും ചെയ്തു. ഈ യുദ്ധം BC 1184-ൽ അവസാനിച്ചു എന്ന് കരുതപ്പെടുന്നു. ചൈനയിൽ രാജവംശമാറ്റത്തിന് കാരണമായ ഷാങ് രാജവംശത്തെ ഷൗ രാജവംശം പരാജയപ്പെടുത്തിയ യുദ്ധം ഏതാണ്? മുയേ യുദ്ധം. BC 1046-ൽ നടന്ന മുയേ യുദ്ധത്തിൽ ഷൗ സൈന്യം ഷാങ് രാജവംശത്തെ നിർണായകമായി പരാജയപ്പെടുത്തി. ഈ യുദ്ധം ഷാങ് രാജവംശത്തിന്റെ പതനത്തിനും ചൈനയിൽ ഷൗ രാജവംശം അധികാരത്തിൽ വരുന്നതിനും വഴിയൊരുക്കി. ഷൗ രാജവംശത്തിന്റെ സ്വർഗീയ അനുഗ്രഹം മാൻഡേറ്റ് ഓഫ് ഹെവൻ എന്ന ആശയം ചൈനീസ് രാഷ്ട്രീയ ചിന്തയ്ക്ക് അടിസ്ഥാനമിട്ടു. ഏകദേശം 925 BCEയിൽ ബിറ്റർ ലേക്സ് യുദ്ധത്തിൽ ബെഡുയിൻ അധിനിവേശത്തെ പരാജയപ്പെടുത്തിയ ഈജിപ്ഷ്യൻ ഫറവോ ആരായിരുന്നു? ഈജിപ്തിലെ ഷോഷൻക് ഒന്നാമൻ. ഷോഷൻക് ഒന്നാമൻ ഈജിപ്തിലെ 22ാം രാജവംശത്തിലെ സ്ഥാപകനും ഫറവോയുമായിരുന്നു. ഇദ്ദേഹത്തിന്റെ ഭരണകാലത്ത് ഈജിപ്ത് സൈനികമായും സാമ്പത്തികമായും ശക്തിപ്പെട്ടു. ബിറ്റർ ലേക്സ് യുദ്ധത്തിൽ ബെഡുയിൻ ഗോത്രക്കാരെ പരാജയപ്പെടുത്തിയത് ഈജിപ്തിന്റെ അതിർത്തി സുരക്ഷ ഉറപ്പാക്കാൻ സഹായിച്ചു. റുഗെ യുദ്ധത്തിൽ ഷൗവിലെ ഹുവാൻ രാജാവിനെ പരാജയപ്പെടുത്തിയ ചൈനീസ് ജനറൽ ആരായിരുന്നു? ഷെങ് സംസ്ഥാനത്തിലെ ജനറൽ ഷുദാൻ. BC 707-ൽ നടന്ന റുഗെ യുദ്ധം ഷൗ രാജവംശത്തിന്റെ കേന്ദ്രീകൃത അധികാരത്തിന്റെ തകർച്ചയെ സൂചിപ്പിക്കുന്നു. ഈ യുദ്ധത്തിൽ ഷെങ് സംസ്ഥാനത്തിലെ ജനറൽ ഷുദാൻ ദുർബലനായ ഷൗ രാജാവായ ഹുവാന്റെ സൈന്യത്തെ പരാജയപ്പെടുത്തി. ഇത് ചൈനയിലെ യുദ്ധപ്രഭുക്കന്മാരുടെ കാലഘട്ടത്തിലേക്ക് നയിച്ച രാഷ്ട്രീയ മാറ്റങ്ങളെ പ്രതിഫലിപ്പിക്കുന്നു. ദിയാല നദി യുദ്ധത്തിൽ തെക്കൻ ഇറാനിലെ എലാമൈറ്റുകളെ പരാജയപ്പെടുത്തിയ അസീറിയൻ രാജാവ് ആരായിരുന്നു? അസീറിയയിലെ സെനാചെറിബ് രാജാവ്. അസീറിയൻ സാമ്രാജ്യത്തിലെ ശക്തനായ ഭരണാധികാരിയായിരുന്നു സെനാചെറിബ്. ദിയാല നദി യുദ്ധത്തിൽ എലാമൈറ്റുകളെ പരാജയപ്പെടുത്തിയത് അസീറിയയുടെ സ്വാധീനം വികസിപ്പിക്കാനും അതിർത്തികൾ സുരക്ഷിതമാക്കാനും സഹായിച്ചു. ഇദ്ദേഹം നിനവേ നഗരം പുനർനിർമ്മിക്കുകയും വലിയ ജലസേചന പദ്ധതികൾ നടപ്പിലാക്കുകയും ചെയ്തു. അരപ്പ യുദ്ധത്തിൽ ഏത് ബാബിലോണിയൻ രാജാവാണ് അസീറിയക്കാരെ തോൽപ്പിച്ചത്? ബാബിലോണിയയിലെ രാജാവായ നബോപോളാസർ. അരപ്പ യുദ്ധം BC 616-ൽ ബാബിലോണിയൻ രാജാവായ നബോപോളാസറും അസീറിയക്കാരും തമ്മിൽ നടന്നു. ഈ യുദ്ധത്തിൽ നബോപോളാസർ വിജയിക്കുകയും അസീറിയൻ സാമ്രാജ്യത്തിന്റെ പതനത്തിന് ഇത് വഴിയൊരുക്കുകയും ചെയ്തു. ഇത് മെസൊപ്പൊട്ടേമിയൻ ചരിത്രത്തിലെ ഒരു പ്രധാന സംഭവമാണ്. തിംബ്ര യുദ്ധത്തിൽ ലിഡിയയിലെ ക്രോസസിനെ തോൽപ്പിച്ച പേർഷ്യൻ ഭരണാധികാരി ആര്? പേർഷ്യയിലെ സൈറസ് മഹാരാജാവ്. BC 547-ൽ നടന്ന തിംബ്ര യുദ്ധത്തിൽ പേർഷ്യൻ സൈറസ് മഹാരാജാവ് ലിഡിയയിലെ ക്രോസസ് രാജാവിനെ പരാജയപ്പെടുത്തി.
ഈ യുദ്ധം അക്കെമനിഡ് പേർഷ്യൻ സാമ്രാജ്യത്തിന്റെ സ്ഥാപനത്തിൽ നിർണായകമായിരുന്നു. ക്രോസസ് അക്കാലത്തെ ഏറ്റവും ധനികനായ രാജാവായി അറിയപ്പെടുന്നു. 300 യോദ്ധാക്കളുടെ യുദ്ധത്തിൽ പോരാടിയ രണ്ട് പുരാതന ഗ്രീക്ക് നഗര സംസ്ഥാനങ്ങൾ ഏവ? സ്പാർട്ടക്കാരും ആർഗിവുകളും. BC 546 സ്പാർട്ടയ്ക്കും ആർഗോസിനും ഇടയിലുണ്ടായ അതിർത്തി തർക്കത്തിന്റെ ഭാഗമായിട്ടാണ് 300 യോദ്ധാക്കളുടെ യുദ്ധം നടന്നത്. ഇരുവശത്തുനിന്നും 300 വീതം യോദ്ധാക്കൾ മാത്രം പങ്കെടുത്ത ഈ യുദ്ധത്തിൽ സ്പാർട്ട വിജയിച്ചു. ഗ്രീക്ക് ചരിത്രത്തിലെ ഒരു പ്രധാന സൈനിക തന്ത്രമായി ഇത് കണക്കാക്കപ്പെടുന്നു. നിയോ ബാബിലോണിയൻ സാമ്രാജ്യത്തിന്റെ പതനത്തിന് കാരണമായ ഓപ്പിസ് യുദ്ധത്തിൽ നബോണിഡസിനെ തോൽപ്പിച്ചത് ആര്? സൈറസ് മഹാരാജാവ്. BC 539 നടന്ന ഓപ്പിസ് യുദ്ധത്തിൽ പേർഷ്യയിലെ സൈറസ് മഹാരാജാവ് ബാബിലോണിയയിലെ അവസാന രാജാവായ നബോണിഡസിനെ പരാജയപ്പെടുത്തി. ഇത് നിയോ ബാബിലോണിയൻ സാമ്രാജ്യത്തിന്റെ അന്ത്യം കുറിക്കുകയും പേർഷ്യൻ സാമ്രാജ്യത്തിന്റെ വികാസത്തിന് വഴിതുറക്കുകയും ചെയ്തു. മാരത്തൺ യുദ്ധത്തിൽ ഡാരിയസ് ഒന്നാമന്റെ നേതൃത്വത്തിലുള്ള പേർഷ്യക്കാർക്കെതിരെ ഏതൻസിയൻ സൈന്യത്തെ വിജയത്തിലേക്ക് നയിച്ചതാര്? ഏതൻസിലെ മിൽഷിയാഡസ്. BC 490 നടന്ന മാരത്തൺ യുദ്ധം ഗ്രീക്ക് പേർഷ്യൻ യുദ്ധങ്ങളിലെ ഒരു പ്രധാന നാഴികക്കല്ലായിരുന്നു. ജനറൽ മിൽഷിയാഡസിന്റെ മികച്ച സൈനിക തന്ത്രങ്ങളിലൂടെ ഏതൻസിയൻ സൈന്യം പേർഷ്യൻ സൈന്യത്തെ പരാജയപ്പെടുത്തി. ഈ വിജയം ഗ്രീക്ക് നഗര സംസ്ഥാനങ്ങളുടെ സ്വാതന്ത്ര്യം നിലനിർത്തുന്നതിൽ നിർണായക പങ്ക് വഹിച്ചു. പൊട്ടിഡി യുദ്ധത്തിൽ ഏറ്റുമുട്ടിയ പ്രധാന ഗ്രീക്ക് നഗര സംസ്ഥാനങ്ങൾ ഏവ? ഏതൻസും സ്പാർട്ടയും. BC 432 നടന്ന പൊട്ടിഡി യുദ്ധം പെലോപൊണേഷ്യൻ യുദ്ധത്തിന്റെ ആദ്യകാല പ്രധാന സംഘർഷങ്ങളിലൊന്നാണ്. ഈ യുദ്ധത്തിൽ ഏതൻസും സ്പാർട്ടയും അവരുടെ സഖ്യകക്ഷികളും തമ്മിൽ ഏറ്റുമുട്ടി. ഇത് പുരാതന ഗ്രീസിലെ ഏറ്റവും വലിയ യുദ്ധങ്ങളിലൊന്നായ പെലോപൊണേഷ്യൻ യുദ്ധത്തിന്റെ തുടക്കത്തെ അടയാളപ്പെടുത്തി. സ്പാർട്ടോലോസ് യുദ്ധത്തിൽ ഏതൻസിനെ തോൽപ്പിച്ച വിഭാഗം ഏത്? കാൽസിഡിയക്കാരും അവരുടെ സഖ്യകക്ഷികളും. BC 429 നടന്ന സ്പാർട്ടോലോസ് യുദ്ധം പെലോപൊണേഷ്യൻ യുദ്ധത്തിന്റെ ഭാഗമായിരുന്നു. കാൽസിഡിയൻ ലീഗും അവരുടെ സഖ്യകക്ഷികളും ഏതൻസിനെ തോൽപ്പിച്ച ഈ യുദ്ധം ഏതൻസിന്റെ വടക്കൻ അതിർത്തികളിലെ സ്വാധീനത്തിന് വലിയ തിരിച്ചടിയായി. ഈ വിജയം പെലോപൊണേഷ്യൻ ലീഗിന് ഒരു പ്രധാന നേട്ടമായിരുന്നു. എറിത്രി യുദ്ധത്തിൽ ഏതൻസിയൻ കപ്പൽ വ്യൂഹത്തെ തോൽപ്പിച്ചത് ആര്? സ്പാർട്ടക്കാർ. BC 411 നടന്ന എറിത്രി യുദ്ധം പെലോപൊണേഷ്യൻ യുദ്ധത്തിലെ ഒരു നിർണായക നാവിക പോരാട്ടമായിരുന്നു. സ്പാർട്ടൻ കപ്പൽ വ്യൂഹം ഏതൻസിയൻ കപ്പൽ വ്യൂഹത്തെ തോൽപ്പിച്ച് എറിത്രിയ നഗരം പിടിച്ചെടുത്തു. ഇത് ഏതൻസിന്റെ സൈനിക ശക്തിക്ക് വലിയ പ്രഹരമേൽപ്പിച്ചു. BC 334 അലക്സാണ്ടർ ചക്രവർത്തി പേർഷ്യൻ സൈന്യത്തെ തോൽപ്പിച്ച പ്രധാന യുദ്ധം ഏത്? ഗ്രാനിക്കസ് യുദ്ധം. BC 334 നടന്ന ഗ്രാനിക്കസ് യുദ്ധത്തിൽ അലക്സാണ്ടർ ചക്രവർത്തി പേർഷ്യൻ സാമ്രാജ്യത്തിനെതിരെ തന്റെ ആദ്യത്തെ വലിയ വിജയം നേടി. ഈ യുദ്ധം പേർഷ്യയിലേക്കുള്ള അലക്സാണ്ടറിന്റെ മുന്നേറ്റത്തിന്റെ തുടക്കമായിരുന്നു. ഈ വിജയം അദ്ദേഹത്തിന്റെ സൈനിക പ്രതിഭ വിളിച്ചോതുന്നതായിരുന്നു. ഇന്ത്യൻ പാർലമെന്റിലെ എസ്റ്റിമേറ്റ്സ് കമ്മിറ്റിയുടെ ഘടന എന്താണ്? ഇത് ലോക്സഭയിൽ നിന്നുള്ള 30 അംഗങ്ങൾ മാത്രമടങ്ങുന്നതാണ്. ഇന്ത്യൻ പാർലമെന്റിലെ എസ്റ്റിമേറ്റ്സ് കമ്മിറ്റിയിൽ ലോക്സഭയിൽ നിന്നുള്ള 30 അംഗങ്ങൾ മാത്രമാണുള്ളത്. ഈ കമ്മിറ്റിക്ക് രാജ്യസഭയിൽ നിന്ന് അംഗങ്ങളില്ല. സർക്കാർ ചെലവുകൾ കുറയ്ക്കാനുള്ള മാർഗങ്ങൾ നിർദ്ദേശിക്കുക എന്നതാണ് ഇതിന്റെ പ്രധാന ചുമതല. പബ്ലിക് അണ്ടർടേക്കിംഗ്സ് കമ്മിറ്റിയുടെ ഘടന എന്താണ്? ഇത് 22 അംഗങ്ങളടങ്ങിയതാണ്. അതിൽ 15 പേർ ലോക്സഭയിൽ നിന്നും 7 പേർ രാജ്യസഭയിൽ നിന്നുമാണ്. പബ്ലിക് അണ്ടർടേക്കിംഗ്സ് കമ്മിറ്റിയിൽ ആകെ 22 അംഗങ്ങളാണുള്ളത്. 15 പേർ ലോക്സഭയിൽ നിന്നും 7 പേർ രാജ്യസഭയിൽ നിന്നുമാണ്. പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ പ്രവർത്തനങ്ങളും റിപ്പോർട്ടുകളും പരിശോധിക്കുക എന്നതാണ് ഈ കമ്മിറ്റിയുടെ ചുമതല. ഇന്ത്യൻ പാർലമെന്റിലെ 0 അവർ എന്താണ്? പാർലമെന്റിന്റെ ഇരുസഭകളിലും ചോദ്യോത്തര വേളയ്ക്ക് ശേഷം ഉടനടി വരുന്ന സമയമാണിത്. സാധാരണയായി ലോക്സഭയിൽ ഇത് ഉച്ചയ്ക്ക് 12 മണി മുതൽ 1 മണി വരെയാണ്. ഈ സമയത്ത് അംഗങ്ങൾക്ക് മുൻകൂർ അനുമതിയില്ലാതെ അടിയന്തര പൊതു പ്രാധാന്യമുള്ള വിഷയങ്ങൾ ഉന്നയിക്കാൻ സാധിക്കും. ഇന്ത്യൻ പാർലമെന്റിൽ ചോദ്യോത്തര വേളയ്ക്ക് ശേഷം ഉടൻ വരുന്ന സമയമാണ് 0 അവർ. ഈ സമയത്ത് അംഗങ്ങൾക്ക് അടിയന്തര പ്രാധാന്യമുള്ള പൊതുവിഷയങ്ങൾ ഉന്നയിക്കാൻ മുൻകൂർ അനുമതിയുടെ ആവശ്യമില്ല. ഈ സംവിധാനം ഇന്ത്യൻ പാർലമെന്റിന്റെ തനതായ ഒരു കണ്ടുപിടുത്തമാണ്.
ഇന്ത്യൻ പാർലമെന്റിലെ സ്റ്റാർഡ് ചോദ്യങ്ങളും അൺസ്റ്റാർഡ് ചോദ്യങ്ങളും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? സ്റ്റാർഡ് ചോദ്യങ്ങൾക്ക് വാക്കാലുള്ള ഉത്തരങ്ങളാണ് ലഭിക്കുന്നത്, കൂടാതെ അനുബന്ധ ചോദ്യങ്ങൾ ചോദിക്കാൻ അനുവാദമുണ്ട്. എന്നാൽ അൺസ്റ്റാർഡ് ചോദ്യങ്ങൾക്ക് രേഖാമൂലമുള്ള ഉത്തരങ്ങളാണ് വേണ്ടത്, ഇവയ്ക്ക് അനുബന്ധ ചോദ്യങ്ങൾ അനുവദിക്കുന്നില്ല. സ്റ്റാർഡ് ചോദ്യങ്ങൾ, സ്റ്റാർഡ് ക്വസ്റ്റ്യൻസ്, വാക്കാലുള്ള ഉത്തരങ്ങൾ ആവശ്യമുള്ളവയാണ്, കൂടാതെ ചോദ്യം ചെയ്ത അംഗത്തിന് അനുബന്ധ ചോദ്യങ്ങൾ ചോദിക്കാനും സാധിക്കും. എന്നാൽ അൺസ്റ്റാർഡ് ചോദ്യങ്ങൾ, അൺസ്റ്റാർഡ് ക്വസ്റ്റ്യൻസ്, രേഖാമൂലമുള്ള ഉത്തരങ്ങൾ ആവശ്യമുള്ളവയാണ്, അവയ്ക്ക് അനുബന്ധ ചോദ്യങ്ങൾ അനുവദിക്കുന്നില്ല. ഇന്ത്യയിൽ ഒരു അപ്രോപ്രിയേഷൻ ബില്ലിന്റെ പ്രാഥമിക ലക്ഷ്യം എന്താണ്? പാർലമെന്റ് അംഗീകരിച്ച ഗ്രാന്റുകൾക്കും ചെലവുകൾക്കും വേണ്ടി ഇന്ത്യയുടെ കൺസോളിഡേറ്റഡ് ഫണ്ടിൽ നിന്ന് പണം പിൻവലിക്കാൻ സർക്കാരിനെ അനുവദിക്കുന്ന ഒരു ബില്ലാണ് അപ്രോപ്രിയേഷൻ ബിൽ. ഒരു അപ്രോപ്രിയേഷൻ ബിൽ പാർലമെന്റ് അംഗീകരിച്ച ഗ്രാന്റുകൾക്കും ചെലവുകൾക്കും വേണ്ടി ഇന്ത്യയുടെ കൺസോളിഡേറ്റഡ് ഫണ്ടിൽ നിന്ന് പണം പിൻവലിക്കാൻ സർക്കാരിനെ അനുവദിക്കുന്നു. ഭരണഘടനയുടെ ആർട്ടിക്കിൾ 114 പ്രകാരമാണ് ഇത് പാസാക്കുന്നത്. ഫണ്ട് പിൻവലിക്കുന്നതിനു മുമ്പ് ഈ ബിൽ പാർലമെന്റിന്റെ ഇരുസഭകളും പാസാക്കണം. ഇന്ത്യൻ ഭരണഘടനയുടെ ഏത് അനുച്ഛേദമാണ് ഫിനാൻസ് ബില്ലുകളെക്കുറിച്ച് പ്രതിപാദിക്കുന്നത്? അനുച്ഛേദം 117. ഇന്ത്യൻ ഭരണഘടനയുടെ അനുച്ഛേദം 117 ഫിനാൻസ് ബില്ലുകളുമായി ബന്ധപ്പെട്ട വ്യവസ്ഥകൾ പ്രതിപാദിക്കുന്നു. ഫിനാൻസ് ബില്ലുകൾ സാമ്പത്തിക കാര്യങ്ങൾ കൈകാര്യം ചെയ്യുകയും ഒരു ധനകാര്യ വർഷത്തിൽ സർക്കാരിന്റെ വരവുകളും ചെലവുകളും സംബന്ധിച്ച നിർദ്ദേശങ്ങൾ ഉൾക്കൊള്ളുകയും ചെയ്യുന്നു. ഇന്ത്യൻ ഭരണഘടനയുടെ ഏത് അനുച്ഛേദമാണ് മണി ബില്ലുകളെ നിർവചിക്കുന്നത്? ഏത് സഭയിലാണ് അവ അവതരിപ്പിക്കാൻ കഴിയുന്നത്? മണി ബില്ലുകൾ ഭരണഘടനയുടെ അനുച്ഛേദം 110(1) പ്രകാരം നിർവചിക്കപ്പെടുന്നു. അവ ലോക്സഭയിൽ മാത്രമേ അവതരിപ്പിക്കാൻ കഴിയൂ. മണി ബില്ലുകൾ ഭരണഘടനയുടെ അനുച്ഛേദം 110(1) പ്രകാരം നിർവചിക്കപ്പെട്ടിരിക്കുന്നു. അവ ധനകാര്യവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്നു. ലോക്സഭയിൽ മാത്രമേ മണി ബില്ലുകൾ അവതരിപ്പിക്കാൻ കഴിയൂ. രാജ്യസഭയ്ക്ക് അവയിൽ പരിമിതമായ അധികാരങ്ങളേ ഉള്ളൂ. ഇന്ത്യൻ പാർലമെന്റിൽ വോട്ട് ഓൺ അക്കൗണ്ട് ഇന്റെ ഉദ്ദേശ്യം എന്താണ്? ഏത് അനുച്ഛേദവുമായാണ് ഇത് ബന്ധപ്പെട്ടിരിക്കുന്നത്? ഭരണഘടനയുടെ 116(1) അനുച്ഛേദപ്രകാരം സാധാരണ ബജറ്റ് പാസാക്കുന്നതുവരെ സാമ്പത്തിക വർഷത്തിന്റെ ഒരു ഭാഗത്തേക്കുള്ള, സാധാരണയായി 2 മാസത്തേക്കുള്ള സർക്കാരിന്റെ അവശ്യ ചെലവുകൾ നിറവേറ്റുന്നതിനാണ് വോട്ട് ഓൺ അക്കൗണ്ട് പാസാക്കുന്നത്. വോട്ട് ഓൺ അക്കൗണ്ട് എന്നത് സാധാരണ ബജറ്റ് അവതരിപ്പിച്ച് പാസാക്കാൻ സമയമെടുക്കുന്നതിനാൽ സാമ്പത്തിക വർഷാരംഭത്തിൽ സർക്കാരിന് ചെലവുകൾ നടത്താൻ താൽക്കാലികമായി അധികാരം നൽകുന്ന ഒരു പാർലമെന്ററി നടപടിയാണ്. ഭരണഘടനയുടെ 116(1) അനുച്ഛേദം ഇതിന് നിയമപരമായ അടിത്തറ നൽകുന്നു. ഇത് സാധാരണയായി 2 മാസത്തേക്കാണ് അനുവദിക്കുന്നത്. ലോക്സഭയിലെ ഷോർട്ട് ഡ്യൂറേഷൻ ഡിസ്കഷൻ, ചുരുങ്ങിയ സമയ ചർച്ച, നിയമം 193 അനുസരിച്ച് എന്തിനാണ്? നിയമം 193 പ്രകാരം ഒരു ഷോർട്ട് ഡ്യൂറേഷൻ ഡിസ്കഷൻ ഒരു എംപിക്ക് അടിയന്തര പൊതു പ്രാധാന്യമുള്ള ഒരു വിഷയത്തിൽ ചർച്ച ഉന്നയിക്കാൻ അനുവദിക്കുന്നു. ചുരുങ്ങിയ സമയ ചർച്ച അഥവാ ഷോർട്ട് ഡ്യൂറേഷൻ ഡിസ്കഷൻ ലോക്സഭയിലെ ഒരു പാർലമെന്ററി നടപടിക്രമമാണ്. ഇത് റൂൾ 193 പ്രകാരം അംഗങ്ങൾക്ക് അടിയന്തര പൊതു പ്രാധാന്യമുള്ള വിഷയങ്ങൾ ശ്രദ്ധയിൽ കൊണ്ടുവരാനും ചർച്ച ചെയ്യാനും അവസരം നൽകുന്നു. ഈ ചർച്ചയ്ക്ക് വോട്ടിംഗ് ആവശ്യമില്ല. ഇന്ത്യൻ പാർലമെന്റിന്റെ ഏതെങ്കിലും സഭയുടെ ഒരു യോഗത്തിന് ആവശ്യമായ ക്വാറം എത്രയാണ്? ഇന്ത്യൻ പാർലമെന്റിന്റെ ഏതെങ്കിലും സഭയുടെ ഒരു യോഗത്തിന് ആവശ്യമായ ക്വാറം ആ സഭയിലെ മൊത്തം അംഗങ്ങളുടെ 10 1/10 ആണ്. പാർലമെന്റ് സഭകളുടെ യോഗം ചേരുന്നതിന് ആവശ്യമായ ഏറ്റവും കുറഞ്ഞ അംഗസംഖ്യയെയാണ് ക്വാറം എന്ന് പറയുന്നത്. ഭരണഘടനയുടെ അനുച്ഛേദം 103 പ്രകാരം ലോക്സഭയിലോ രാജ്യസഭയിലോ നടപടികൾ തുടങ്ങണമെങ്കിൽ സഭയിലെ മൊത്തം അംഗങ്ങളുടെ 10 പേർ ഹാജരായിരിക്കണം. ഇതിൽ സ്പീക്കറോ അധ്യക്ഷനോ ഉൾപ്പെടുന്നു. ലോക്സഭയിലെ സംസ്ഥാനാടിസ്ഥാനത്തിലുള്ള സീറ്റ് വിഭജനത്തിന്റെ അടിസ്ഥാനം എന്താണ്? ലോക്സഭയിലെ സംസ്ഥാനാടിസ്ഥാനത്തിലുള്ള സീറ്റ് വിഭജനം ജനസംഖ്യയെ അടിസ്ഥാനമാക്കിയാണ്. ഇന്ത്യൻ ഭരണഘടനയുടെ 81 അനുച്ഛേദം ലോക്സഭാ സീറ്റുകളുടെ സംസ്ഥാനാടിസ്ഥാനത്തിലുള്ള വിഭജനം ജനസംഖ്യാനുപാതികമായിരിക്കണമെന്ന് നിഷ്കർഷിക്കുന്നു. ഓരോ സംസ്ഥാനത്തിനും അതിന്റെ ജനസംഖ്യയ്ക്ക് ആനുപാതികമായ പ്രാതിനിധ്യം ഉറപ്പാക്കുക എന്നതാണ് ഇതിന്റെ ലക്ഷ്യം. എന്നാൽ ഈ സീറ്റ് വിഭജനം 2026 വരെ മരവിപ്പിച്ചിരിക്കുകയാണ്. ഏത് ഭരണഘടനാ ഭേദഗതി നിയമപ്രകാരമാണ് ലോക്സഭയുടെ അംഗസംഖ്യ 525 ൽ നിന്ന് 545 ആയി ഉയർത്തിയത്?
31 സ്വരചിഹ്നം ആമത് ഭരണഘടനാ ഭേദഗതി നിയമപ്രകാരം 1973 31 സ്വരചിഹ്നം ആമത് ഭരണഘടനാ ഭേദഗതി നിയമമാണ് ലോക്സഭയുടെ അംഗസംഖ്യ 525 ൽ നിന്ന് 545 ആയി വർദ്ധിപ്പിച്ചത്. സംസ്ഥാനങ്ങൾക്ക് പരമാവധി 525 അംഗങ്ങളും കേന്ദ്രഭരണ പ്രദേശങ്ങൾക്ക് 20 അംഗങ്ങളും എന്നതായിരുന്നു ഭേദഗതിക്ക് മുൻപ്. ഇതിനെ തുടർന്ന് സംസ്ഥാനങ്ങളുടെ പരമാവധി പ്രാതിനിധ്യം 520 ആയും കേന്ദ്രഭരണ പ്രദേശങ്ങൾക്ക് 25 ആയും നിജപ്പെടുത്തി. ലോക്സഭയിൽ കേന്ദ്രഭരണ പ്രദേശങ്ങൾക്ക് അനുവദിച്ചിട്ടുള്ള പരമാവധി പ്രാതിനിധ്യം എത്രയാണ്? ലോക്സഭയിൽ കേന്ദ്രഭരണ പ്രദേശങ്ങൾക്ക് അനുവദിച്ചിട്ടുള്ള പരമാവധി പ്രാതിനിധ്യം 20 അംഗങ്ങളാണ്. ഇന്ത്യൻ ഭരണഘടനയുടെ 81 അനുച്ഛേദം ലോക്സഭയിലെ കേന്ദ്രഭരണ പ്രദേശങ്ങളുടെ പ്രാതിനിധ്യത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്നു. നിലവിൽ കേന്ദ്രഭരണ പ്രദേശങ്ങളിൽ നിന്നുള്ള പരമാവധി അംഗസംഖ്യ 20 ആണ്. പാർലമെന്റ് നിയമത്തിലൂടെ ഇത് എങ്ങനെ തിരഞ്ഞെടുക്കണമെന്ന് നിർണയിക്കുന്നു. ആംഗ്ലോ ഇന്ത്യൻ സമുദായത്തിൽ നിന്നുള്ള പ്രതിനിധികളെ ലോക്സഭയിലേക്ക് നാമനിർദ്ദേശം ചെയ്യുന്നതിനുള്ള വ്യവസ്ഥ അവസാനിപ്പിച്ച ഭരണഘടനാ ഭേദഗതി നിയമം ഏതാണ്? ഈ വ്യവസ്ഥ എപ്പോഴാണ് പ്രാബല്യത്തിൽ ഇല്ലാതായത്? 2019 ഭരണഘടന 104 ഭേദഗതി നിയമം ആംഗ്ലോ ഇന്ത്യൻ പ്രതിനിധികളെ ലോക്സഭയിലേക്ക് നാമനിർദ്ദേശം ചെയ്യുന്നതിനുള്ള വ്യവസ്ഥ അവസാനിപ്പിച്ചു. ഇത് 2020 ജനുവരി 25 മുതൽ പ്രാബല്യത്തിൽ ഇല്ലാതായി. ഇന്ത്യൻ ഭരണഘടനയുടെ 334 അനുച്ഛേദം 2020 ജനുവരി 25 കാലാവധി അവസാനിക്കുന്നതുവരെ ആംഗ്ലോ ഇന്ത്യൻ സമുദായത്തിന് ലോക്സഭയിലും സംസ്ഥാന നിയമസഭകളിലും പ്രത്യേക പ്രാതിനിധ്യം അനുവദിച്ചിരുന്നു. 2019 104 ഭരണഘടനാ ഭേദഗതി നിയമപ്രകാരം പട്ടികജാതി പട്ടികവർഗ സംവരണം 10 വർഷത്തേക്ക് നീട്ടിയപ്പോൾ ആംഗ്ലോ ഇന്ത്യൻ നാമനിർദ്ദേശത്തിനുള്ള വ്യവസ്ഥ ഒഴിവാക്കി. ഇന്ത്യയിലെ ഒരു ലോക്സഭാ മണ്ഡലത്തിലെ തിരഞ്ഞെടുപ്പിനായുള്ള ഏകദേശ പരമാവധി തിരഞ്ഞെടുപ്പ് ചെലവ് പരിധി എത്രയാണ്? ഒരു ലോക്സഭാ മണ്ഡലത്തിലെ തിരഞ്ഞെടുപ്പിനായുള്ള പരമാവധി തിരഞ്ഞെടുപ്പ് ചെലവ് പരിധി ഏകദേശം 95 ലക്ഷം രൂപ വരെയാണ്. വലിയ സംസ്ഥാനങ്ങളിൽ സമീപകാലത്തെ ഭേദഗതികൾ പ്രകാരം തിരഞ്ഞെടുപ്പ് കമ്മീഷൻ തിരഞ്ഞെടുപ്പ് ചെലവുകൾക്ക് ഒരു പരിധി നിശ്ചയിക്കാറുണ്ട്. സ്ഥാനാർത്ഥികൾക്ക് ധനബലം ഉപയോഗിച്ച് തിരഞ്ഞെടുപ്പിനെ സ്വാധീനിക്കുന്നത് തടയുക എന്നതാണ് ഇതിന്റെ ലക്ഷ്യം. വലിയ സംസ്ഥാനങ്ങളിൽ ലോക്സഭാ തിരഞ്ഞെടുപ്പിനുള്ള നിലവിലെ പരമാവധി ചെലവ് പരിധി ഏകദേശം 95 ലക്ഷം രൂപയാണ്. എന്നാൽ ഇത് സംസ്ഥാനത്തിന്റെ വലുപ്പവും നിയമസഭാ മണ്ഡലമാണോ ലോക്സഭാ മണ്ഡലമാണോ എന്നതിനനുസരിച്ച് വ്യത്യാസപ്പെടാം. ഇന്ത്യയിൽ ലോക്സഭാ സ്പീക്കറെ എങ്ങനെയാണ് തിരഞ്ഞെടുക്കുന്നത്? ലോക്സഭാ സ്പീക്കറെ ലോക്സഭയിലെ അംഗങ്ങൾ അവർക്കിടയിൽ നിന്ന് തന്നെ തിരഞ്ഞെടുക്കുന്നു. ലോക്സഭാ സ്പീക്കർ സഭയുടെ തലവനാണ്. അദ്ദേഹത്തെ സഭയിലെ അംഗങ്ങൾക്കിടയിൽ നിന്ന് ലളിതമായ ഭൂരിപക്ഷ വോട്ടിലൂടെയാണ് തിരഞ്ഞെടുക്കുന്നത്. സ്പീക്കറുടെ തിരഞ്ഞെടുപ്പിന്റെ തീയതി രാഷ്ട്രപതി നിശ്ചയിക്കുന്നു. തിരഞ്ഞെടുക്കപ്പെട്ട ശേഷം സ്പീക്കർ തന്റെ സ്ഥാനാർത്ഥിത്വം പാർട്ടിയുടെ ഭാഗത്തുനിന്നാണെങ്കിലും പക്ഷപാതരഹിതമായി പ്രവർത്തിക്കണം.